dear students, എല്ലാവർക്കും മാത്തമാറ്റിക്സിന്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ എന്താണ് പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ നമ്മൾ ഡിസ്കസ് ചെയ്തു. അതുമായി ബന്ധപ്പെട്ട ഒരു 8 പ്രോബ്ലം തോന്നുന്നുണ്ട് അല്ലേ? 7-8 പ്രോബ്ലം നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കണ്ടിന്യൂഷൻ ആണ്. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. 6th പ്രോബ്ലം a+ar. ഇത് 6th പ്രോബ്ലം ആണ്. നമ്മൾ അതിന് മുന്നേ കുറച്ച് ഇൻട്രൊഡക്ഷൻ പാർട്ടിൽ നമ്മൾ കുറച്ച് പ്രോബ്ലം ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഓക്കെ, എനിവേ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. a+ar+ar² എക്സെട്ര പ്ലസ് ar⁻n−1 that is equal to a into r⁻n−1 by r−1. ഇത് സംഭവം ജിയോമെട്രിക് പ്രോഗ്രഷൻ ഉണ്ട്. നമ്മൾ അവിടെ ഇപ്പോൾ പറഞ്ഞിട്ട് ആവശ്യമില്ല. സീക്വൻസസ് ആൻഡ് സീരീസ് എന്നുള്ള ചാപ്റ്റർ നമ്മൾ പഠിക്കും. ആ ജിയോമെട്രിക് പ്രോഗ്രഷൻ്റെ ഫസ്റ്റ് n ടേമിൻ്റെ സമ്മാണിത്. ആ സമ്മ് കാണുന്ന ഫോർമുലയാണ് a into r⁻n−1 by r−1. ജിയോമെട്രി പ്രോഗ്രഷൻ. ഓക്കെ, നമ്മൾ സീക്വൻസസ് ആൻഡ് സീരീസ് എന്നുള്ള ചാപ്റ്റർ വരുന്നുണ്ട് +1. നിങ്ങൾ അരിത്തമെറ്റിക് സീക്വൻസ് പഠിച്ചിട്ടില്ലേ? അതുപോലുള്ള ഒരു സീക്വൻസ് ആണ് ജിയോമെട്രിക് സീക്വൻസ് അല്ലെങ്കിൽ ജിയോമെട്രിക് പ്രോഗ്രഷൻ. ഓക്കെ, എനിവേ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു റിസൾട്ട് ശരിയാണ്, നമുക്ക് എന്ത് ചെയ്ത് പ്രൂവ് ചെയ്യാം. ഓക്കെ, സോ ലെറ്റ് ദ ഗിവൺ സ്റ്റേറ്റ്മെന്റ് ബി പി ഓഫ് എൻ. ഇത് പി ഓഫ് എൻ ആണ്. ഓക്കെ, നൗ വാട്ട് ഈസ് പി ഓഫ് 1? പി ഓഫ് 1 എന്ന് പറയുമ്പോൾ ഇതിൽ ഫസ്റ്റ് ടേം ആരാ? എ. ഓക്കെ ആണല്ലോ. ആ സൈഡിലേക്ക് പോയാലോ, a into r⁻1−1 by r−1. ഓക്കെ, ഈ r⁻1−1 by r−1 രണ്ടും r−1 അല്ലേ? ഈ r−1 കട്ടായി പോകും. സോ ദാറ്റ് ഇസ് ഈക്വൽ ടു a എന്ന് കിട്ടും. a ഈക്വൽ ടു a. therefore p of 1 is true. p of 1 എന്താണ്? ശരിയാണ്. ഓക്കെ, now we are going to assume that p of k is true. That is, what is p of k? That is, p of k is a plus ar plus ar² plus etc plus ar⁻k−1 that's equal to a into r⁻k−1 all divided by r−1. ഇത് ശരിയാണ്. ഓക്കെ, അതായത് ഈ തന്ന സ്റ്റേറ്റ്മെന്റ് k എന്ന നാച്ചുറൽ നമ്പറിനത് ശരിയാണ്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണ്? പി ഓഫ് k+1 കാണാൻ പോവുകയാണ്. സോ വാട്ട് ഇസ് പി ഓഫ് k+1? പി ഓഫ് k+1 എന്ന് പറയുമ്പോൾ ഇതിന്റെ k+1th ടേം നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കണം. ഇതിപ്പോൾ a+ar അങ്ങനെ പോയിട്ട് kth ടേം വരെയാണ് ഇത് ആഡ് ചെയ്തിട്ടുള്ളത്, പി ഓഫ് k. സോ ഇവിടെ k+1th ടേം, അടുത്ത ടേം ആരെ വരും? ഇത് കഴിഞ്ഞ അടുത്ത ടേം ആരെ വരിക? ar⁻k−1. അപ്പോൾ അടുത്ത ടേം ആരെ വരിക? ar⁻k സ്ഥാനത്ത് k+1 കൊടുക്കുക. അപ്പോൾ എന്താ കുട്ടികൾ വരിക? ദാറ്റ് ഈസ് ar⁻k+1−1 വരും. ഇതാണ് നമ്മൾ ആഡ് ചെയ്യേണ്ടത്. ഇതാണ് അടുത്ത ടേം വരിക അല്ലേ? ദാറ്റ് ഈസ് ഈക്വൽ ടു ഈ 1 കട്ടായി പോയാൽ ar⁻k. ഇതാണ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. ഓക്കെ, സോ നമുക്ക് എന്ത് എഴുതാം? adding ar⁻k both sides രണ്ട് സൈഡിലൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇവിടെ ആഡ് ചെയ്യുമ്പോൾ എന്താ കിട്ടുക? a+ar+ar² എക്സെട്ര പ്ലസ് ar⁻k−1. അടുത്ത ടേം ആരെ വരിക? ഇത് അവിടെ എഴുതിയിട്ടുണ്ട്, പ്ലസ് ar⁻k. അതാണ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഓക്കെ, ദാറ്റ് ഇസ് ഈക്വൽ ടു r⁻k അല്ലേ? a into r⁻k−1 by r−1 പ്ലസ് അവിടെ എന്താ ആഡ് ചെയ്യുന്നത്? ar⁻k. രണ്ട് സൈഡിൽ ഞാൻ ar⁻k ആഡ് ചെയ്തു. അപ്പോൾ ഇതാരാ കുട്ടികളെ? നമുക്ക് ഇതിൻ്റെ സ്ഥാനത്ത് എന്ത് എഴുതാം? p of k+1 എന്ന് എഴുതാം. ദാറ്റ് ഇസ് ഈക്വൽ ടു, ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, ഞാൻ ഇത് സിംപ്ലിഫൈ ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, സിംപ്ലിഫൈ ചെയ്യുമ്പോൾ തൽക്കാലം ഞാനത് അതുപോലെ എഴുതി വെക്കുകയാണ്. r⁻k−1 by r−1 പ്ലസ് ar⁻k. ഓക്കെ, ഇനി നമുക്ക് എന്താ ഇത് സിംപ്ലിഫൈ ചെയ്തിട്ട് നമുക്ക് എന്താണ് പി ഓഫ് k+1 കിട്ടേണ്ടത്? അത് നമ്മൾ ആദ്യം കണ്ടുപിടിച്ച് വെക്കുക. സോ നോക്ക്, പി ഓഫ് k കിട്ടിയിട്ടുള്ളത് എന്താ? a into r⁻k−1 by r−1 ആണ്. സോ പി ഓഫ് k+1 നമുക്ക് എന്താ കിട്ടേണ്ടത് കുട്ടികളെ? പി ഓഫ് k+1 ഈസ് ഈക്വൽ ടു a into r⁻, ആ k എന്തായി മാറണം? അവിടെ k+1 ആവണം. r⁻k+1 -1 all divided by r−1. ഇതാണ് നമുക്ക് കിട്ടേണ്ടത്. അപ്പോൾ പി ഓഫ് k+1 ഇവിടെ റൈറ്റ് സൈഡിൽ കിട്ടിയിട്ട് ഇങ്ങനെയാണ്. അതിനെ സിംപ്ലിഫൈ ചെയ്തിട്ട് ഞാൻ അവിടേക്ക് എത്തിക്കാൻ പോവുകയാണ്. ഓക്കെ ആണല്ലോ. സോ ദാറ്റ് ഈസ് പി ഓഫ്
k plus 1 is equal to നോക്കിക്കോളൂ കേട്ടോ. ഈ എനെ ഞാൻ ഇതിൻ്റെ ഉള്ളിലോട്ട് മൾട്ടിപ്ലിക്കേഷൻ അല്ലെങ്കിൽ മൾട്ടിപ്ലൈ ചെയ്യാൻ പോവുകയാണ്. സോ ദാറ്റ് ഇസ് എ ആർ റൈസ് ടു കെ അല്ലേ. എ ഇൻറ്റു മൈനസ് വൺ എന്താ മൈനസ് എ ഡിവൈഡഡ് ബൈ ആർ മൈനസ് വൺ പ്ലസ് എ ആർ റൈസ് ടു കെ. എ ആർ റൈസ് ടു കെയുടെ താഴത്ത് 1 ഉണ്ടാവും. ഇനി ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ദാറ്റ്സ് ഈക്വൽ ടു എ ആർ റൈസ് ടു കെ മൈനസ് എ പ്ലസ് അല്ലേ. ഇതിനെ ഇതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്താ വരിക അത് തന്നെ വരും. ഇനി പ്ലസ് ഇനി ഇതിനെ ഇതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ പോവുകയാണ്. പ്ലസ് എ ആർ റൈസ് ടു കെ ഇൻറ്റു ആർ മൈനസ് വൺ അല്ലേ. ഓൾ ഡിവൈഡഡ് ബൈ ആർ മൈനസ് വൺ ഇൻറ്റു വൺ എന്താണ് ആർ മൈനസ് വൺ. ദാറ്റ് ഇസ് ഈക്വൽ ടു എ ആർ റൈസ് ടു കെ മൈനസ് എ ഇതിന് ഇതിനോട് ഉള്ളിലോട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. എ ആർ റൈസ് ടു കെ ഇൻറ്റു ആർ. ബട്ട് ഇസ് എ ആർ റൈസ് ടു കെ ഇൻറ്റു ഇത് ആർ എന്ന് പറയുമ്പോൾ ആർ റൈസ് ടു 1 ആണ് അല്ലേ. അപ്പോൾ എന്ത് വരും നോക്കിക്കോട്ടെ. പ്ലസ് എ ആർ റൈസ് ടു കെ ഇൻറ്റു ആർ റൈസ് ടു 1 എന്താ ആർ റൈസ് ടു കെ പ്ലസ് 1 ആർ റൈസ് ടു കെ പ്ലസ് 1 ശരിയല്ലേ. എ റൈസ് ടു എം ഇൻറ്റു എ റൈസ് ടു എൻ ഈക്വൽ ടു എ റൈസ് ടു എം പ്ലസ് എൻ. ആ ഫോർമുലയാണ് അവിടെ. ഓക്കെ. ഇനി എ ആർ റൈസ് ടു കെ ഇൻറ്റു മൈനസ് 1 എന്താ ദാറ്റ് ഈസ് മൈനസ് എ ആർ റൈസ് ടു കെ മൈനസ് എ ആർ റൈസ് ടു കെ എന്ന് വരും. ഓക്കെ. ഓൾ ഡിവൈഡഡ് ബൈ ആർ മൈനസ് 1. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം ഈ മൈനസ് എ ആർ റൈസ് ടു കെയും പ്ലസ് എ ആർ റൈസ് ടു കെയും ക്യാൻസൽ ആയി പോകും. ബാക്കി എന്താ ഉള്ളത് ദാറ്റ് ഇസ് ഈക്വൽ ടു മൈനസ് എ പ്ലസ് എ ആർ റൈസ് ടു കെ പ്ലസ് 1 ആണ്. അതിനൊരു ആദ്യം പ്ലസ് ഉള്ളത് എഴുതി വെക്കുക. എ ആർ റൈസ് ടു കെ പ്ലസ് 1 മൈനസ് എ ഡിവൈഡഡ് ബൈ ആർ മൈനസ് 1. ഇനി നമുക്ക് എനെ കോമൺ ആയി പുറത്തേക്ക് എടുക്കാം. എ ഇൻറ്റു ന്യൂമറേറ്റർ എന്താ വരിക ആർ റൈസ് ടു കെ പ്ലസ് 1 മൈനസ് 1 ഓൾ ഡിവൈഡഡ് ബൈ ആർ മൈനസ് 1. ഇതാണ് നമുക്ക് തെളിയിക്കാനുണ്ടായിരുന്നത് ശരിയല്ലേ. ഉണ്ടോ പി ഓഫ് കെ പ്ലസ് 1 അത് കിട്ടിയിട്ടുണ്ട്. സോ ദിസ് ഈസ് പി ഓഫ് കെ പ്ലസ് 1 ഇസ് ഈക്വൽ ടു ദാറ്റ് ഇസ് ഈക്വൽ ടു എ ഇൻറ്റു ആർ റൈസ് ടു കെ പ്ലസ് 1 മൈനസ് 1 ബൈ ആർ മൈനസ് 1. സോ അല്ലെങ്കിൽ therefore പി ഓഫ് കെ പ്ലസ് 1 ഈസ് ട്രൂ. അത് ശരിയാണ്. ദാറ്റ് ഈസ് by PMI principle of mathematical induction P of n is true. അതായത് ഈ സ്റ്റേറ്റ്മെന്റ് എല്ലാ ഈ നാച്ചുറൽ നമ്പർ n എന്താണത് ശരിയാണ്. ഓക്കെ ഓക്കെ അല്ലേ. ക്ലിയർ ആയില്ലേ. യെസ്. അടുത്ത പ്രോബ്ലത്തിലേക്ക് പോവാം. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ കുട്ടികളെ. 1/1 into 2 plus 1/2 into 3 plus 1/3 into 4 plus etc plus 1/n into n plus 1 that is equal to n by n plus 1. Okay. So the given statement B P of n. Now what is P of 1? That is 1/1 into 2. അല്ലേ 1/1 into 2. That's equal to ആ സൈഡിലേക്ക് പോയാൽ 1/1 plus 1. That is this is 1/2 is equal to 1/2. So P of 1 is true. P of 1 true ആണ്. Okay. Assume that ഈ assume that ഇവിടെ നമുക്ക് വേണമെങ്കിൽ എഴുതി വെക്കില്ലേ ഫിക്സഡ് ആയിട്ട് എല്ലാ പ്രോബ്ലത്തിലും അതിങ്ങനെ എഴുതില്ലേ. Assume that P of k is true. That is P of k is 1/1 into 2 plus 1/2 into 3 plus 1/3 into 4 plus etc plus 1/k into k plus 1. That's equal to k by k plus 1. Okay. So this is P of k. Now what is P of k plus 1? 1/1 into 2 plus 1/2 into 3 plus 1/3 into 4 plus etc plus 1/k into k plus 1. അത് കഴിഞ്ഞ് അടുത്ത ടേം ആര് വരിക 1/k plus 1 into k plus 1 plus 1 അല്ലേ. അതായത് എന്താ ആഡ് ചെയ്യേണ്ടത് 1 ഇവിടെ k plus 1 ആവും. ഇവിടെ എന്ത് വരും ഈ k plus 1 എന്തായി മാറും k plus 1 plus 1. അതായത് 1/k plus 1 into k plus 2 അതാണ് ആഡ് ചെയ്യേണ്ടത്. സോ ആഡിങ് 1/k plus 1 into k plus 2 both sides രണ്ട് സൈഡിൽ ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എന്തായി മാറും 1/1 into 2 plus 1/2 into 3 plus 1/3 into 4 plus etc plus 1/k into k plus 1 plus 1/k plus 1 into k plus 2 that is equal to right side k by k plus 1 plus 1/k plus 1 into k plus 2 രണ്ട് സൈഡിലും 1/k plus 1 into k plus 2 ആഡ് ചെയ്ത് കൊടുത്തു. അപ്പോൾ ഇതെന്തായി മാറും കുട്ടികളെ ഇതാരാണ് ഈ ഭാഗം ആ ഭാഗത്തിന് നമുക്ക് എന്ത് എഴുതാം P of k plus 1 എഴുതാം. That is equal to k by k plus 1 plus
1 by k plus 1 into k plus 2. ഓക്കെ, ഇനി നോക്കൂ കുട്ടികളെ, അത് സിംപ്ലിഫൈ ചെയ്തിട്ട് നമുക്ക് എന്താണ് ആൻസർ കിട്ടേണ്ടത്, എന്താണ് പി ഓഫ് കെ പ്ലസ് 1 നമുക്ക് കിട്ടേണ്ടത്, അത് നമ്മുടെ സൈഡിൽ നോട്ട് ചെയ്ത് വെക്കുക. വാട്ട് ഇസ് പി ഓഫ് കെ പ്ലസ് 1? പി ഓഫ് കെ എന്ന് പറയുന്നത് കെ ബൈ കെ പ്ലസ് 1 ആണ്. അപ്പോൾ പി ഓഫ് കെ പ്ലസ് 1 എന്താ കിട്ടുക? കെ പ്ലസ് 1 ബൈ കെ പ്ലസ് 1 പ്ലസ് 1, ദാറ്റ് ഈസ് കെ പ്ലസ് 1 ബൈ കെ പ്ലസ് 1 പ്ലസ് 1, ദാറ്റ് ഈസ് കെ പ്ലസ് 2. ഇതാണ് നമുക്ക് കിട്ടേണ്ടത്. അപ്പോൾ നോക്കിക്കോളൂ കുട്ടികളെ, ഇത് സിംപ്ലിഫൈ ചെയ്താൽ നമുക്കത് കിട്ടുമോ എന്ന് നോക്കാം അല്ലേ. സോ പ്ലസിന്റെ ലെഫ്റ്റ് സൈഡിൽ കെ ബൈ കെ പ്ലസ് 1, റൈറ്റ് സൈഡിൽ 1 ബൈ കെ പ്ലസ് 1 ഇൻറ്റു കെ പ്ലസ് 2. അപ്പോൾ നോക്ക്, ഇവിടെ ഒരു 1 ബൈ കെ പ്ലസ് 1 ഉണ്ട്, ഇവിടെ ഒരു 1 ബൈ കെ പ്ലസ് 1 ഉണ്ട്. ആ 1 ബൈ കെ പ്ലസ് 1 പുറത്തേക്ക് എടുക്കാം. അപ്പോൾ എന്താ കിട്ടുക? 1 ബൈ കെ പ്ലസ് 1 ഇൻറ്റു, ഓക്കെ, ഇവിടുന്ന് 1 ബൈ കെ പ്ലസ് 1 പോയി ഇവിടെ ബാക്കി ആരുണ്ടാവും? അവിടെ കെ ഉണ്ടാവും. കെ പ്ലസ് ഇവിടുന്ന് 1 ബൈ കെ പ്ലസ് 1 പോയി ബാക്കി ഇടുന്നുള്ളത് ഒരു 1 ബൈ കെ പ്ലസ് 2 ഉണ്ട് അല്ലേ. 1 ബൈ കെ പ്ലസ് 2. ഓക്കെ ആണല്ലോ, ക്ലിയർ അല്ലേ? ഡൗട്ട് ഒന്നുമില്ലല്ലോ. ഓക്കെ, ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ കെയുടെ ഡിനോമിനേറ്റർ 1 ആണ്, അവിടെ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ആണ്. 1 ബൈ കെ പ്ലസ് 1 ഇൻറ്റു കെ ഇൻറ്റു കെ പ്ലസ് 2, കെ ഇൻറ്റു കെ പ്ലസ് 2 പ്ലസ് 1 ഇൻറ്റു 1, ദാറ്റ് ഈസ് 1, ഓൾ ഡിവൈഡഡ് ബൈ k plus 2 അല്ലേ. 1 into k plus 2 k plus 2 ആണ്. ഓക്കെ, that is equal to 1 by k plus 1 into k into k, what is that? K square plus k into 2, that is 2k plus 1, all divided by k plus 2, that is equal to 1 by k plus 1 into, what is k square plus 2k plus 1? കഴിഞ്ഞ ഏതൊരു പ്രോബ്ലം നമ്മൾ ചെയ്തിട്ടുണ്ട്. കെ സ്ക്വയർ പ്ലസ് 2k പ്ലസ് 1 ആരാണ്? കെ പ്ലസ് 1 ഹോൾ സ്ക്വയർ ആണ്. സോ ദിസ് ഈസ് നമുക്ക് ഈ കെ സ്ക്വയർ പ്ലസ് 2k പ്ലസ് 1 സ്ഥാനത്ത് എന്ത് എഴുതാം? കെ പ്ലസ് 1 ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ കെ പ്ലസ് 2. ഓക്കെ, ഇനി ഇവിടെ ഈ കെ പ്ലസ് 1 ഇവിടുത്തെ ഒരു കെ പ്ലസ് 1 കട്ടായി പോകും. ബാക്കി എന്താ ഉള്ളത്? ഇവിടെ കെ പ്ലസ് 1 ഉണ്ട് അല്ലേ. ഡിനോമിനേറ്ററോ കെ പ്ലസ് 2. അപ്പോൾ കെ പ്ലസ് 1 ബൈ കെ പ്ലസ് 2 പി ഓഫ് കെ പ്ലസ് 1 കിട്ടിയിട്ടുണ്ട്. അതിനർത്ഥം എന്താ കുട്ടികളെ? therefore പി ഓഫ് കെ പ്ലസ് 1 ഈസ് ട്രൂ അല്ലേ. പി ഓഫ് കെ പ്ലസ് 1 ഈസ് ട്രൂ. സോ ബൈ പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ പി ഓഫ് എൻ ഈസ് ട്രൂ. ഓക്കെ, ക്ലിയർ അല്ലേ? യെസ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ കുട്ടികളെ. 1 square plus 2 square plus 3 square plus etc plus n square equal to n into n plus 1 into 2n plus 1 by 6. നമ്മളിതുപോലെ ഒരു ക്വസ്റ്റ്യന് ഫസ്റ്റ് പ്രോബ്ലം നമ്മൾ ചെയ്തത് എന്തായിരുന്നു? 1 plus 2 plus 3 plus etc plus n, ഫസ്റ്റ് n നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സമ്മ് അല്ലേ. പിന്നെ നമ്മൾ 1 ക്യൂബ് പ്ലസ് 2 ക്യൂബ് പ്ലസ് 3 ക്യൂബ് പ്ലസ് എക്സെട്ര പ്ലസ് n ക്യൂബിൻ്റെ പ്രോബ്ലം ചെയ്തു. ഫസ്റ്റ് n നാച്ചുറൽ നമ്പേഴ്സിൻ്റെ ക്യൂബുകളുടെ സമ്മ് അല്ലേ. ഇതെന്താണ്? സം ഓഫ് ദി സ്ക്വയേഴ്സ് ഓഫ് ഫസ്റ്റ് n നാച്ചുറൽ നമ്പേഴ്സ്. ആദ്യത്തെ n നാച്ചുറൽ നമ്പേഴ്സിന്റെ സ്ക്വയേഴ്സിന്റെ സമ്മാണ്. അത് കാണാനുള്ള ഇക്വേഷൻ ആണ് n into n plus 1 into 2n plus 1 divided by 6 എന്നുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത് ട്രൂ ആണ് അല്ലെങ്കിൽ ഈ ഒരു ഇക്വേഷൻ ശരിയാണ് എന്ന് നമ്മൾ എന്ത് ചെയ്യണം? തെളിയിക്കാൻ പോവുകയാണ് ബൈ യൂസിങ് പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ. ഓക്കെ, സോ ദിസ് ഈസ് വാട്ട് പി ഓഫ് n. ഓക്കെ, വാട്ട് ഇസ് പി ഓഫ് 1? ഈ ഇടയ്ക്ക് വെച്ച് പിന്നെ പ്രോബ്ലം കാണുന്നവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഞാൻ ഈ തന്ന പ്രോബ്ലത്തിന് പി ഓഫ് എൻ എന്ന് കൊടുക്കില്ല. ഞാനവിടെ ഒരു സ്റ്റെപ്പ് എഴുതാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാനത് ആണ് പ്രോബ്ലത്തിൽ തന്നെ പി ഓഫ് എൻ എന്ന് കൊടുത്തതാണ്. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ആൻസർ എഴുതുമ്പോൾ അടുത്ത സ്റ്റെപ്പിൽ എന്ത് ചെയ്യുക? ലെറ്റ് പി ഓഫ് എൻ ഈസ്, ഇത് മുഴുവൻ ഇവിടെ എഴുതി വെക്കുക. ഓക്കെ, ഇനി പി ഓഫ് 1, വാട്ട് ഇസ് പി ഓഫ് 1? 1 സ്ക്വയർ ഇസ് ഈക്വൽ ടു എന്താ വരിക? 1 ഇൻറ്റു 1 പ്ലസ് 1 ഇൻറ്റു 2 ഇൻറ്റു 1 പ്ലസ് 1 ഡിവൈഡഡ് ബൈ 6. ദറ്റ് ഈസ് ഇത് 1 ഈക്വൽ ടു ഇത് 1 ഇൻറ്റു 2 അല്ലേ. 1 ഇൻറ്റു 2 ഇൻറ്റു വാട്ട് ഇസ് ദസ്? 2 ഇൻറ്റു 1 2, 2 പ്ലസ് 1 3 ഡിവൈഡഡ് ബൈ 6. ദറ്റ് ഈസ് 1 is equal to, this is 2 into 3 6, 6 by 6 1. So P of 1 എന്താണ്? ട്രൂ ആണ്. P of 1 is true. P of 1 is true. ഓക്കെ, ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്? now assume that P of k is true. ഓക്കെ, അപ്പോൾ അടുത്തത് നിങ്ങൾ അങ്ങനെ എഴുതണം. P of k is true എന്ന് എഴുതണം. ഞാനത് എഴുതുന്നില്ല. what is P of k? that is P of k, that is P of k is what is P of k? 1 square plus 2 square plus 3 square plus etc plus k square is equal to k into k plus 1 into 2k plus 1 all divided by 6. ഇതാണ് പി ഓഫ് കെ. അത് ട്രൂ ആണ്. ഓക്കെ, ഇതിന് മുന്നേ നിങ്ങൾ എന്ത് എഴുതി വെക്കണം? അസ്യൂം ദാറ്റ് പി ഓഫ് കെ ഇസ് ട്രൂ എഴുതി വെക്കണം കേട്ടോ. യെസ്. നൗ നെക്സ്റ്റ് പി ഓഫ് കെ പ്ലസ് 1 കാണണം. അപ്പോൾ നമുക്ക് എന്താണ് ഇവിടെ ആഡ് ചെയ്യേണ്ടത്? ഇവിടെ പി ഓഫ് കെ എന്ന് പറയുമ്പോൾ കെ സ്ക്വയർ അല്ലേ. അപ്പോൾ അടുത്ത ടൈം വരിക കെ പ്ലസ് 1 സ്ക്വയർ വരും. അത് ആഡ് ചെയ്ത് കൊടുക്കുക. സോ adding k plus 1 whole square both sides
രണ്ട് സൈഡിലും എന്ത് ചെയ്യാം, ആഡ് ചെയ്യാം. അപ്പോൾ കുട്ടികൾ എന്താ വരിക, 1 സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ പ്ലസ് 3 സ്ക്വയർ പ്ലസ് എക്സെട്ര പ്ലസ് k സ്ക്വയർ പ്ലസ് k പ്ലസ് 1 ഓൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു ഇവിടെ എന്താ വരും, k ഇൻറ്റു k പ്ലസ് 1 ഇൻറ്റു 2k പ്ലസ് 1 ഓൾ ഡിവൈഡഡ് ബൈ 6 പ്ലസ് k പ്ലസ് 1 ഓൾ സ്ക്വയർ. ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം, ഇനി ഇതിന് നമുക്ക് എന്ത് എഴുതാം, ഇതിന് പി ഓഫ് കെ പ്ലസ് 1 എഴുതാം. പി ഓഫ് കെ പ്ലസ് 1 ഈക്വൽ ടു അവിടെ എന്താ വരിക, അവിടെ നമുക്ക് ഞാൻ അതുപോലെ എഴുതി വെക്കുകയാണ്, k ഇൻറ്റു k പ്ലസ് 1 ഇൻറ്റു 2k പ്ലസ് 1 ഓൾ ഡിവൈഡഡ് ബൈ 6 പ്ലസ് k പ്ലസ് 1 ദ ഓൾ സ്ക്വയർ. ഇനി നമ്മൾ കണ്ടുപിടിച്ച് വെക്കുക എന്താണ് നമുക്ക് ഉത്തരം കിട്ടേണ്ടത്, എന്താണ് പി ഓഫ് കെ പ്ലസ് 1 കിട്ടേണ്ടത്. അപ്പോൾ കുട്ടികളെ പി ഓഫ് കെ എന്ന് പറയുന്നത് ആരാ, k ഇൻറ്റു k പ്ലസ് 1 ഇൻറ്റു 2k പ്ലസ് 1 ഡിവൈഡഡ് ബൈ 6 ആണ് അല്ലേ. അങ്ങനെയാണെങ്കിൽ പി ഓഫ് കെ പ്ലസ് 1 നമുക്ക് എന്താ കിട്ടേണ്ടത് കുട്ടികളെ, ഇവിടെ ഞാൻ എഴുതി വെക്കുന്നുണ്ട്, പി ഓഫ് കെ പ്ലസ് 1, പി ഓഫ് കെ പ്ലസ് 1 കിട്ടേണ്ടത് എന്താണ്, ഇവിടെ k പ്ലസ് 1 വരും, k പ്ലസ് 1. ഈ k പ്ലസ് 1 എന്തായി മാറും, ഇവിടെ k പ്ലസ് 1 പ്ലസ് 1, അപ്പം എന്തായി മാറും, k പ്ലസ് 2 വരും, k പ്ലസ് 2. ഇവിടെ എന്ത് വരും കുട്ടികളെ, 2 കെയുടെ സ്ഥാനത്ത് എന്ത് വരണം, 2 ഇൻറ്റു k പ്ലസ് 1 പ്ലസ് 1 ഓൾ ഡിവൈഡഡ് ബൈ 6 ഇങ്ങനെ കിട്ടണം, ശരിയല്ലേ. അതായത് ഇവിടെ കെയുടെ സ്ഥാനത്ത് k പ്ലസ് 1, ഇവിടെ k പ്ലസ് 1ന്റെ സ്ഥാനത്ത് ഇവിടെ k പ്ലസ് 1 ആവും. അപ്പോൾ k പ്ലസ് 1 പ്ലസ് 1, അപ്പോൾ k പ്ലസ് 2. ഇവിടെ 2 ഇൻറ്റു k പ്ലസ് 1, 2 ഇൻറ്റു കെയുടെ സ്ഥാനത്ത് k പ്ലസ് 1, അപ്പോൾ 2 ഇൻറ്റു k പ്ലസ് 1 പ്ലസ് 1 ഓൾ ഡിവൈഡഡ് ബൈ 6. ഇനി നമുക്ക് ഇങ്ങനെ തന്നെ കിട്ടില്ല, ഇങ്ങനെ തന്നെ നമ്മൾ അവിടേക്ക് എത്തിക്കുക ചെയ്യാം അവസാനം ഈ ആൻസറിലേക്ക്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് വേണമെങ്കിൽ ഇതിന് സിംപ്ലിഫൈ ചെയ്യാം. ഇവിടെ എന്താ വരിക, അത് 2k പ്ലസ് 2 പ്ലസ് 1 അല്ലേ. അതായത് ഇത് k പ്ലസ് 1, ഇത് k പ്ലസ് 2 അല്ലേ. നമുക്ക് ഈ പ്രോബ്ലം കുറച്ച് ലെങ്തി പ്രോബ്ലം ആണ്, അതുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ ചെറുതാക്കി എഴുതുന്നത് കേട്ടോ. ഇത് k പ്ലസ് 1, ഇത് k പ്ലസ് 2 ആണ്. ഇവിടെ എന്ത് വരും, 2k പിന്നെ 2 ഇൻറ്റു 1 പ്ലസ് 2 പ്ലസ് 1 ഡിവൈഡഡ് ബൈ 6. അതായത് എന്താ കിട്ടേണ്ടത്, k പ്ലസ് 1 ഇൻറ്റു k പ്ലസ് 2 ഇൻറ്റു 2k പ്ലസ് 3 അല്ലേ, 2 1 കൂടുമ്പോൾ 3 ആണ്, ഓൾ ഡിവൈഡഡ് ബൈ 6. ഇതാണ് നമുക്ക് കിട്ടേണ്ടത്. ഇതെന്ന് പറഞ്ഞാൽ ഈ സ്റ്റെപ്പാണ് നമുക്ക് പി ഓഫ് കെ പ്ലസ് 1 കിട്ടേണ്ടത്. അപ്പോൾ ഞാൻ അവിടേക്ക് പോവുകയാണ് കേട്ടോ, അവിടേക്ക് നമ്മൾ സിംപ്ലിഫൈ ചെയ്യാൻ പോവുകയാണ് ഇതിനെ. ഓക്കെ, ശരിക്കും ശ്രദ്ധിച്ചിരുന്നോളൂ. നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങൾ ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും, ഇവിടെ ഒരു k പ്ലസ് 1 ഉണ്ട്, ഇവിടെ k പ്ലസ് 1 ഉണ്ട്. ഇത് k പ്ലസ് 1 സ്ക്വയർ അല്ലേ, ഈ പ്ലസിന് ലെഫ്റ്റും റൈറ്റും k പ്ലസ് 1 കോമൺ ആണ്. k പ്ലസ് 1 പുറത്തേക്ക് എടുക്കുക. സോ k പ്ലസ് 1 ഇൻറ്റു ബാക്കി ഇവിടെ ആരൊക്കെയുള്ളത് കുട്ടികളെ, k ഇൻറ്റു 2k പ്ലസ് 1 ഡിവൈഡഡ് ബൈ 6 പ്ലസ് അവിടെ ഒരു k പ്ലസ് 1 ഉണ്ടാവും. ഓക്കെ, ആ k പ്ലസ് 1 താഴത്ത് 1 കൊടുക്കുക, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ, സോ ദാറ്റ് ഇസ് ഈക്വൽ ടു k പ്ലസ് 1 ഇൻറ്റു k ഇൻറ്റു 2k പ്ലസ് 1 ഇൻറ്റു 1. അപ്പം എന്താ വരിക, ദാറ്റ് ഈസ് k ഇൻറ്റു 2k പ്ലസ് 1 തന്നെ വരും അല്ലേ, പ്ലസ് 6 ഇൻറ്റു k പ്ലസ് 1, ദാറ്റ് ഈസ് 6 ഇൻറ്റു k പ്ലസ് 1 ഓൾ ഡിവൈഡഡ് ബൈ 6 ഇൻറ്റു 1 എന്താണ്, 6 ആണ്. ഓക്കെ, സോ ബാക്കി ഇവിടെ എഴുതാം. That is P of k plus 1. That is P of k plus 1 is equal to k plus 1 into നോക്കിക്കോളൂ കേട്ടോ, k into 2k plus 1 എന്താ, k into 2k എന്ന് പറയുമ്പോൾ 2k സ്ക്വയർ അല്ലേ, 2k സ്ക്വയർ. k into 1 എന്താ, പ്ലസ് k പ്ലസ് 6 into k, that is 6k പ്ലസ് 6 into 1 പ്ലസ് 6 ഓൾ ഡിവൈഡഡ് ബൈ 6. ഈ കാണുന്ന 6കളൊക്കെ പാടെ വെട്ടിക്കളയരുത് കേട്ടോ, വെട്ടിക്കളയാൻ പറ്റില്ല, ഞാൻ പറഞ്ഞിട്ടുണ്ട് ഓൾറെഡി. ഇവിടെ 2 ടേമിൽ മാത്രം 6 ഉള്ളതാണ്, വെട്ടിക്കളയരുത്. ഇനി ചെയ്യേണ്ടത് ദാറ്റ് ഇസ് ഈക്വൽ ടു k പ്ലസ് 1 ഇൻറ്റു 2k സ്ക്വയർ പ്ലസ് kയും 6kയും കൂട്ടിയാൽ 7k പ്ലസ് 6 ഓൾ ഡിവൈഡഡ് ബൈ 6. ഓക്കെ ആണല്ലോ. ഇനി ഞാൻ ഈ കിട്ടിയ ആൻസറിന് ഞാൻ ഇവിടേക്ക് എത്തിക്കുകയാണ്. ശരിക്കും ശ്രദ്ധിക്കുക, ആൻസറിൽ എന്തൊക്കെ ഉണ്ടെന്ന് അറിയാം നിങ്ങൾ. ഇവിടെ k പ്ലസ് 1 ഇവിടെ കിട്ടിയിട്ടുണ്ട്, k പ്ലസ് 1. ഡിനോമിനേറ്റർ 6, ഡിനോമിനേറ്റർ 6 കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഈ ഇതിൻ്റെ ന്യൂമറേറ്റർ 2k സ്ക്വയർ പ്ലസ് 7k പ്ലസ് 6 കണ്ട നിങ്ങൾ, ഇതൊരു സെക്കൻഡ് ഡിഗ്രിയാണ് അല്ലേ. അതിനെ നമ്മൾ 2 ഫസ്റ്റ് ഡിഗ്രി ആക്കി മാറ്റിയാൽ ബൈ യൂസിങ് ഫാക്ടറൈസേഷൻ മെത്തേഡ് ഇതിനെ നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും, k പ്ലസ് 2 ഇൻറ്റു 2k പ്ലസ് 3 എന്ന് എഴുതാൻ പറ്റും.
അല്ലേ? ബൈ യൂസിങ് കോമൺ സെൻസ് നമുക്ക് അങ്ങനെ പറയാലോ. അതായത് നമുക്ക് കിട്ടേണ്ടത് ഇതാണ്, ഇതുവരെ കിട്ടിയിട്ടുണ്ട്. ഇവിടെ k+1 ഉണ്ട്, ഇവിടെ k+1 ഉണ്ട്, ഡിവൈഡഡ് ബൈ 6 ഉണ്ട്, അതും കിട്ടിയിട്ടുണ്ട്. ഇനി ഇവിടെ k+2 2k+3 കിട്ടണം അല്ലേ? അപ്പൊ അതാരായിരിക്കൂടാ? ഇതിന് ഇതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് ഇത് കിട്ടും. അല്ലെങ്കിൽ ഇതിന്റെ സ്ഥാനത്ത് നമുക്ക് എന്ത് ചെയ്യാം? ഇത് എഴുതി വെക്കാം, നോ പ്രോബ്ലം. നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ഇതിന്റെ സ്ഥാനത്ത് ഇതോടെ എഴുതി വെച്ചോണ്ട് നോ പ്രോബ്ലം, മാർക്ക് കിട്ടും. ഓക്കെ, അധികം മാഷന്മാർ മാർക്ക് തരും. എന്നാലും ചില മാഷന്മാർ വല്ലാതെ നോക്കുന്ന മാഷന്മാരുണ്ടാവും, അവർ ചിലപ്പോൾ കുറച്ച് മാർക്ക് കുറക്കും. എന്തായാലും ഇതിന്റെ ഫാക്ടറൈസേഷൻ ചെയ്താൽ കിട്ടുക. ഇനി അതെങ്ങനെ കിട്ടുന്നത് എന്നതാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. ഓക്കെ, നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും സ്പ്ലിറ്റിംഗ് മിഡിൽ ടേം ഒക്കെ വെച്ചിട്ട് എന്ത് ചെയ്യുക, അതിനെ 2 ഫസ്റ്റ് ഡിഗ്രി ഫാക്ടറുകളാക്കി മാറ്റാൻ. അപ്പോൾ നോക്കിക്കോളൂ കേട്ടോ, ദാറ്റ് ഇസ് ഈക്വൽ ടു k+1 ഇൻറ്റു, ഞാൻ ഇതിനെ സിംപ്ലിഫൈ ചെയ്യാൻ പോവാണ്. പിന്നെ ഈ 7k എന്നുള്ള മിഡിൽ ടേം കണ്ട നിങ്ങൾ, അതിന് ഞാൻ സ്പ്ലിറ്റ് ചെയ്യാൻ പോവാണ്. അതെങ്ങനെ സ്പ്ലിറ്റ് ചെയ്യുന്നത്? 2k² പ്ലസ്, ഞാൻ അതിന് 3k + 4k എന്ന് എഴുതി, +6 ഓൾ ഡിവൈഡഡ് ബൈ 6. ഓക്കെ, ശരിക്കും ശ്രദ്ധിക്കുക, 3kയും 4kയും കൂട്ടി 7k ആണ്. അപ്പോൾ ഞാൻ അതിന് സ്പ്ലിറ്റ് ചെയ്തു. അതെന്തിനു വേണ്ടിയിട്ടാണ്? ഇതുപോലെ ഫാക്ടറൈസേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട്, ഇതുപോലെ 2 ഫാക്ടറാക്കി മാറ്റാൻ വേണ്ടിയിട്ട്. ഓക്കെ, സോ ദാറ്റ് ഇസ് ഈക്വൽ ടു, ഇനി നോക്കിക്കോളൂ, ദാറ്റ് ഇസ് ഈക്വൽ ടു k+1 ഇൻറ്റു, ഇനി ഇതിൽ 2 ആര് കോമൺ ആണ്? k കോമൺ ആണ്. kനെ പുറത്തേക്ക് എടുക്കുക, k ഇൻറ്റു ബാക്കി എന്താ വരിക? 2k + 3. ഓക്കെ, പ്ലസ് ഇവിടെ 2 ആര് കോമൺ ആണ്? 2 കോമൺ ആണ് അല്ലേ? ഇവിടെ 4 2 ഉണ്ട്, 6 2 ഉണ്ട്. അപ്പോൾ 2 പുറത്തേക്ക് എടുക്കുക, ബാക്കി എന്താ വരിക? അവിടെ ഒരു 2k, ഇവിടുന്ന് 2 പോയാൽ 2k ഉണ്ടാവും. ഇവിടെ 6 2 പോയാലേ, 6 2 പോയാൽ 4 അല്ല കേട്ടോ, മൈനസ് അല്ല ചെയ്യുന്നത്, ഡിവൈഡഡ് ബൈ ആണ്. അപ്പോൾ 6/2 ദാറ്റ് ഇസ് 3 ആണ് വരിക അവിടെ. ഓക്കെ, +3 ഓൾ ഡിവൈഡഡ് ബൈ 6, all divided by 6. ഓക്കെ ആണല്ലോ? സോ ദാറ്റ് ഇസ് ഈക്വൽ ടു k+1 ഇൻറ്റു, ഇനി നോക്കണം കുട്ടികളെ, ഈ പ്ലസിന്റെ ലെഫ്റ്റും റൈറ്റും 2k + 3 കോമൺ ആണ്, അതിനെ പുറത്തേക്ക് എടുക്കുക. അപ്പോൾ 2k + 3 ഇൻറ്റു, ഇവിടുന്ന് 2k + 3 പോയാൽ അവിടെ പിന്നെ എന്താണ്ടാവും? k ഉണ്ടാവും. ഇവിടെ ഒരു പ്ലസ് ഉണ്ടാവും. ഇവിടെ 2k + 3 പോയാൽ ബാക്കി എന്താണ്ടാവും? 2 ഉണ്ടാവും. ഓൾ ഡിവൈഡഡ് ബൈ 6. അവിടെ നിങ്ങൾ കിട്ടിയില്ലേ? k+1 ഇവിടെ ഓൾറെഡി ഉണ്ട്, അതവിടെ നിൽക്കട്ടെ. ഞാൻ ഈ 2k² + 7k + 6നെ ഫാക്ടറൈസേഷൻ മെത്തേഡ്, അതിങ്ങനെ സ്പ്ലിറ്റിംഗ് മിഡിൽ ടേം നമുക്ക് ഉപയോഗിച്ച് ഞാൻ ചെയ്തിട്ടുണ്ട്. 2k + 3 k+1 കിട്ടിയിട്ടുണ്ട്, കിട്ടിയിട്ടുണ്ട്. ദാറ്റ് ഇസ് ഈക്വൽ ടു k+1 ഇൻറ്റു k+2 ഇൻറ്റു 2k + 3 ഓൾ ഡിവൈഡഡ് ബൈ 6. ദാറ്റ് ഇസ് അവർ ആൻസർ. അതാണ് നമുക്ക് തെളിയിക്കാണ്ടായിരുന്നത്. ഓക്കെ, ഇനി നമുക്ക് വേണമെങ്കിൽ ഈ 2k + 3 എന്ത് ചെയ്യാം? ഈ k+2 വേണമെങ്കിൽ k+1 + 1 എന്നൊക്കെ എഴുതാം. 2k + 3 വേണമെങ്കിൽ അതുപോലെ 2k + 2 + 1 എന്നൊക്കെ ഇങ്ങനെയൊക്കെ വേണമെങ്കിൽ എഴുതി കൊടുക്കാം. അതിൻ്റെ ഒരു ആവശ്യമില്ല, നിങ്ങൾ ഇതുപോലെ ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, സോ ദിസ് ഈസ് അവർ P of k+1. Therefore P of k+1 is true, and hence by principle of mathematical induction P of n is true for all natural number n. ഓക്കെ, ഈ പ്രോബ്ലം ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഞാൻ നിങ്ങൾ നേരത്തെ പറഞ്ഞു, ഇതുവരെ എത്തിക്കഴിഞ്ഞാലേ പിന്നെ നമുക്ക് ഈ ആൻസറിലേക്ക് എത്തിക്കണം. ഇതുവരെ എത്താനൊരു ബുദ്ധിമുട്ടും ആർക്കും ഉണ്ടാവില്ല, എല്ലാവർക്കും ചെയ്യാൻ കഴിയും. ഇവിടുന്ന് ഈ ആൻസറിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ഒന്നെങ്കിൽ എന്ത് ചെയ്യുക, ഈ k+1 ഇവിടെ ഉണ്ട്, ഇതിന്റെ സ്ഥാനത്ത് നിങ്ങൾ ഇതുപോലെ എഴുതി വെക്കുക. അങ്ങനെ ചെയ്യണ്ട, അങ്ങനെ ചെയ്യരുത്. ഞാൻ അങ്ങനെ നമ്മൾ അത് പ്രോത്സാഹിപ്പിക്കുന്നില്ല. നമ്മൾ ചെയ്യേണ്ടത് ഇതുപോലെ കറക്റ്റായിട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആൻസറായി. ഓക്കെ, ഇതിന് മിഡിൽ ടേം സ്പ്ലിറ്റ് ചെയ്യുക. ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് നമ്മളിതിന് 2 ഫസ്റ്റ് ഡിഗ്രി ഫാക്ടറിലാക്കി മാറ്റി. കണ്ടോ നിങ്ങൾ? അങ്ങനെ ആക്കി മാറ്റി. നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, 10th സ്റ്റാൻഡേർഡിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും. ഓക്കെ, എനിവേ ഈ പ്രോബ്ലം നന്നായിട്ട് വർക്കൗട്ട് ചെയ്യുക, എഴുതി പഠിക്കുക കേട്ടോ. ഇമ്പോർട്ടൻ്റ് ആണ്, പരീക്ഷ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം? നെക്സ്റ്റ് പ്രോബ്ലത്തിലേക്ക് പോവാം. ഓക്കെ, നെക്സ്റ്റ് പ്രോബ്ലം 1² + 3² + 5² + etc. + 2n - 1 whole square is equal to n into 2n - 1 into 2n + 1 all divided by 3. ഓക്കെ, ഈ പ്രോബ്ലത്തിന്റെ എന്താണ് ഈ പ്രോബ്ലം എന്താ പറയുന്നത് കുട്ടികളെ? ആക്ച്വലി 1 3 5 7 etc. + 2n - 1 എന്നുള്ളത് എന്താണ്? ഓഡ് നമ്പേഴ്സിന്റെ സമ്മാണ് അല്ലേ? അപ്പോൾ അതിന്റെ സ്ക്വയറുകൾ, അപ്പോൾ നമുക്ക് 1² + 3² + 5² എന്ന് പറയുമ്പോൾ അതിനകത്ത് എന്താ? ഓഡ് നമ്പേഴ്സിന്റെ സ്ക്വയേഴ്സിന്റെ സമ്മാണ്. അത് കാണാനുള്ള ഇക്വേഷൻ ആണെന്ത്? n into 2n - 1 into 2n + 1 all divided by 3. ഓക്കെ, അപ്പോൾ എനിവേ നമുക്ക് എന്ത് ചെയ്യണം? ഇത് പ്രൂവ് ചെയ്യണം. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടി നമുക്ക് ഈ തന്ന പ്രോബ്ലം, ലെറ്റ് ദ ഗിവൺ സ്റ്റേറ്റ്മെന്റ് ബി P of n. Now what is P of 1? That is 1² is equal to അപ്പുറത്തെ സൈഡിൽ നിന്നുണ്ടാവുക
1 into 2 into 1 minus 1 into 2 into 1 plus 1 all divided by 3. That is 1 is equal to 1 into 2 minus 1. 1 into 2 plus 1. That is 3 divided by 3. 3 cut out. So 1 equal to 1. Therefore, P of 1 is true. P of 1 true. Any problem? Clear? Yes. Next. Assume that P of k is true. P of k true ആണെന്ന് നമുക്ക് assume ചെയ്യണം. Okay. That is P of k ആരാ കുട്ടികളെ? P of k is 1 square plus 3 square plus 5 square plus etc. plus 2k minus 1. The whole square is equal to k into 2k minus 1 into 2k plus 1 all divided by 3. ഇത് ശരിയാണ്. ഓക്കെ, അതിന് മുന്നേ സ്റ്റെപ്പ് ഉണ്ട് കേട്ടോ. അസ്യൂം ദാറ്റ് P of k is true. അത് എഴുതി വെക്കണം. ഓക്കെ, ദെൻ നമുക്ക് അടുത്ത സ്റ്റെപ്പ് P of k plus 1 കാണാൻ. എന്താണ് P of k plus 1 കാണാൻ വേണ്ടി നമ്മൾ എന്താണ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്? P of k kth ടേം എന്ന് പറയുമ്പോൾ 2k minus 1 ഹോൾ സ്ക്വയർ ആണ്. സോ വാട്ട് ഇസ് P of k plus 1? ഈ k യുടെ സ്ഥാനത്ത് k plus 1 കൊടുക്കുക. അപ്പോൾ എന്താ കിട്ടുക? കേട്ടോ, 2 into k plus 1 minus 1 അതിന് സ്ക്വയർ. ഇതാണ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. അതായത് 2 into k, that is 2k, 2 into 1 plus 2 minus 1 whole square. ഇതാരെ കുട്ടികളെ? 2k plus 1 whole square. ശരിയല്ലേ? 2k plus 1 whole square. ഇതാണ് നമ്മൾ രണ്ട് സൈഡിലും ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. ഇതെങ്ങനെ കണ്ടുപിടിക്കുന്നത് മനസ്സിലായിട്ടില്ലേ? നമ്മൾ ഒരുപാട് പ്രോബ്ലം ചെയ്ത് നിൽക്കുന്നത് അതിൻ്റെ ഐഡിയ ക്ലിയർ ആയിട്ടുണ്ടാവും. ഇത് P of k ആണ്. സോ വാട്ട് ഇസ് P of k plus 1? നമ്മുടെ അടുത്ത സ്റ്റെപ്പ് ഇവിടെ ഇത് കഴിഞ്ഞ് അടുത്തത് എന്താണ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് നോക്കുക. അത് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് ഇത്രയേ ഉള്ളൂ. കെയുടെ സ്ഥാനത്ത് k plus 1 കൊടുക്കുക. അതാണ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. ഓക്കെ, അങ്ങനെ കൊടുക്കുമ്പോൾ ഇങ്ങനെ കിട്ടും. ഓക്കെ, സോ 2k plus 1 whole square ആഡ് ചെയ്യാൻ പോവാണ്. സോ adding 2k plus 1 whole square both sides. Okay, അങ്ങനെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുക? 1 square plus 3 square plus 5 square plus etc. plus 2k minus 1 whole square plus 2k plus 1 whole square is equal to k into 2k minus 1 into 2k plus 1 divided by 3 plus എന്താ ആഡ് ചെയ്യേണ്ടത്? 2k plus 1 whole square. രണ്ട് സൈഡിലും ഞാനത് ആഡ് ചെയ്ത് കൊടുത്തു. ഇനി ഇതിൻ്റെ സ്ഥാനത്ത് നമുക്ക് എന്താ എഴുതാം കുട്ടികളെ? ദിസ് ഇസ് P of k plus 1. P of k plus 1 is equal to k into 2k minus 1 into 2k plus 1 all divided by 3 plus 2k plus 1 the whole square. That is equal to. ഇനി നമുക്ക് എന്താണ് ആൻസർ കിട്ടേണ്ടത്? നമ്മൾ അടുത്ത് ചിന്തിക്കേണ്ടതാണ്. ഓക്കെ, എന്താണ് നമുക്ക് ഉത്തരം കിട്ടേണ്ടത്? അതായത് P of k എന്നുള്ളത് നമുക്ക് എന്താ കിട്ടിയിട്ടുള്ളത്? k into 2k minus 1 into 2k plus 1 divided by 3 ആണ്. അപ്പോൾ നോക്കുട്ടികളെ, അപ്പോൾ നമുക്ക് എന്താ കിട്ടേണ്ടത് നമുക്ക് നോക്കാം. ഇവിടെ നിന്ന് എഴുതി നോക്കാം. ഓക്കെ, കെയുടെ സ്ഥാനത്ത് k plus 1 കൊടുത്ത് എന്താ കിട്ടുക? k plus 1. ഇത് k plus 1. ഇവിടെ എന്ത് വരും? 2 into k plus 1 അല്ലേ? 2 into കെയുടെ സ്ഥാനത്ത് k plus 1 കൊടുക്കുക. minus 1 okay into 2 into k plus 1 plus 1 divided by 3. അതായത് ഇത് k plus 1 ഇത് k plus 1 ഇത് 2k plus 2 അല്ലേ? 2k plus 2 ശരിയല്ലേ? ഇനി ഇവിടെ ഒരു -1 ഉണ്ട്. -1 ഇവിടെ എന്ത് വരും? 2k plus 2 into 1 2 plus 1 divided by 3. അതായത് കുട്ടികൾ നമുക്ക് എന്താ P of k plus 1 കിട്ടേണ്ടത്? നമുക്ക് P of k plus 1 ആയിട്ട് കിട്ടേണ്ടത് എന്താണ്? k plus 1 into 2k. ഈ 2 1 പോയാൽ 2k plus 1 into 2k plus 3 ശരിയല്ലേ? 2k plus 2 plus 1 3 all divided by 3. ഇതാണ് നമുക്ക് കിട്ടേണ്ടത് P of k plus 1 ആയിട്ട്. അപ്പോൾ ഞാൻ ഈ P of k plus 1 ഈ സൈഡ് ഞാൻ സോൾവ് ചെയ്യാൻ പോവുകയാണ്. സോൾവ് ചെയ്തിട്ട് ഞാൻ ഇതിലേക്ക് എത്തിക്കാൻ പോവുകയാണ്. അങ്ങനെ കിട്ടുകയാണെങ്കിൽ നമ്മുടെ ആൻസർ കറക്റ്റ് ആണ്. അല്ല, ആൻസർ കറക്റ്റ് ആണെന്നല്ല, ഈ പ്രോബ്ലം ഈ സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? ട്രൂ ആണ്. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടി നോക്കിക്കോളൂ കുട്ടികളെ, ശരിക്കും ശ്രദ്ധിച്ചോളൂ കേട്ടോ. നമ്മളിതിൻ്റെ മുന്നേ ചെയ്തില്ല, അതേപോലെ ചെയ്യേണ്ട പ്രോബ്ലം ആണിത്. അപ്പോൾ നോക്കൂ കുട്ടികളെ, സോ P of k plus 1 ഈസ് നോക്കിക്കോളൂ. ഇവിടെ ചെയ്യേണ്ടതേ, ഇവിടെ ഈ പ്ലസിൻ്റെ ലെഫ്റ്റും റൈറ്റും 2k plus 1 ഉണ്ട്. ഇവിടെയുണ്ട് ഇവിടെയുണ്ട്. ആ 2k plus 1 പുറത്തേക്ക് എടുക്കുക. 2k plus 1 into ബാക്കി ഇവിടെ എന്താ ഉള്ളത്? 2k minus 1 സോറി k into 2k minus 1 അല്ലേ? 2k minus 1 into k divided by 3.
പ്ലസ് ഇവിടെ ഞാൻ ഉണ്ടാവുക 2k plus 1 ഹോൾ സ്ക്വയറിന് ഒരു 2k plus 1 പോയി, ബാക്കി അവിടെ എന്താ ഉള്ളത്, ഒരു 2k plus 1 ഉണ്ടാവും. ഓക്കെ, യെസ്, ഡിവൈഡഡ് ബൈ 1 അല്ലേ, ദാറ്റ് ഈസ് 2k plus 1 ഇൻറ്റു ഇതാരാ കുട്ടികളെ, അതിന് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്തോ, എന്ത് വരും, k ഇൻറ്റു 2k മൈനസ് 1 അല്ലേ, ഇൻറ്റു 1 അത് തന്നെയാണ്, പ്ലസ് 3 ഇൻറ്റു 2k plus 1 all divided by 3. That is 2k plus 1 into k into 2k ആരാ, 2k square, k into minus 1 എന്താ, minus k plus 3 into 2k 6k, 3 into 1 plus 3 all divided by 3. Okay, that is 2k plus 1 into 2k square minus k plus 6k എന്താണ് കുട്ടികളെ, പ്ലസ് 5k വരും, ശരിയല്ലേ, മൈനസ് k plus 6k plus 5k plus 3 all divided by 3. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, അവിടെ കിട്ടിയിരിക്കുന്നത് 2k square plus 5k plus 3 all divided by 3 ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നോക്കൂ കുട്ടികളെ, ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാകും, ഈ കാണുന്ന സെക്കൻഡ് ഡിഗ്രി അല്ല, ഇതൊരു സെക്കൻഡ് ഡിഗ്രി പോളിനോമിയലാണ്, സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ആണ് നമുക്ക് പറയാം. ഇതിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, രണ്ട് ഫസ്റ്റ് ഡിഗ്രി അല്ലെങ്കിൽ ലീനിയർ ആക്കി മാറ്റാൻ പറ്റും, രണ്ടെണ്ണം ആക്കി മാറ്റാൻ പറ്റും. അങ്ങനെ കിട്ടുമ്പോൾ നമുക്ക് ഇത് കിട്ടും, ആരൊക്കെ കിട്ടുമെന്ന് അറിയാം, ഇവിടെ 2k plus 1/3 അതോടെ ഓൾറെഡി കിട്ടിയിട്ടുണ്ട്, 2k plus 1/3 കിട്ടിയിട്ടുണ്ട് കണ്ടോ, ബാക്കി ഇവിടെ k plus 1 2k plus 3. അപ്പോൾ ഇതിന് നിങ്ങൾ പിന്നെ സ്പ്ലിറ്റിംഗ് ടേം ഒക്കെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്താ കിട്ടുക, k plus 1 2k plus 3 കിട്ടും. ദാറ്റ്സ് ഓൾ, ആൻസർ ആയി. നോക്കാം നമുക്ക് എങ്ങനെ കിട്ടുക എന്നുള്ളത്. ദാറ്റ് ഈസ് 2k plus 1 divided by 3 into ബാക്കി എന്താണുള്ളത്, ഞാൻ ഇതിന് മിഡിൽ ടേം സ്പ്ലിറ്റ് ചെയ്യാൻ പോവാണ്. എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യുന്നത്, ഇവിടെ 2k അല്ലേ, 2k സ്ക്വയർ ആണല്ലോ, അപ്പോൾ ഇവിടെ 5k നമ്മൾ 2k plus 3k എന്ന് എഴുതാം. നോക്കിക്കോളൂ കേട്ടോ, 2k സ്ക്വയർ പ്ലസ് 2k plus 3k plus 3 all divided by 3. ഓക്കെ അല്ലേ, ഓക്കെ. ഇനി ഞാൻ അതിന് കോമണായി പുറത്തേക്ക് എടുക്കുകയാണ്. ദാറ്റ് ഈസ് 2k plus 1 divided by 3 into ഇതിന് 2kനെ പുറത്തേക്ക് എടുക്കാം. സോ 2k ഇൻറ്റു ബാക്കി ഇവിടെ എന്താ ഉണ്ടാവുക, 2k സ്ക്വയറിന് 2 പോയി, kയും പോയി, ബാക്കി ഒരു k ഉണ്ടാവും. 2kന്ന് 2k മുഴുവൻ പോയി, ബാക്കി ഇവിടെ പ്ലസ് 1 ഉണ്ടാവും. പ്ലസ് ഇവിടുന്ന് 3നെ പുറത്തേക്ക് എടുക്കും, ബാക്കി എന്താ ഉണ്ടാവുക, k plus 1. ഓക്കെ, യെസ്, ഇവിടെ ഓൾ ഡിവൈഡഡ് ബൈ 3 ഉണ്ടാവില്ല കേട്ടോ കുട്ടി, നമ്മൾ പുറത്തേക്ക് എടുത്തിട്ടുണ്ടല്ലോ അല്ലേ, ഇവിടെ ഓൾ ഡിവൈഡഡ് ബൈ 3 ഉണ്ടാവില്ല, കാരണം ഞാൻ ഇവിടെ പുറത്ത് ഈ 3നെ ഇവിടെ പുറത്ത് എഴുതിയിട്ടുണ്ട്. ഓക്കെ അല്ലേ, നിങ്ങളത് കണ്ടിട്ടുണ്ടാവും, ഞാനത് ശ്രദ്ധിച്ചില്ല. ഓക്കെ, എനിവേ കറക്റ്റ് തന്നെയാണ്. സോ 2k, ഓക്കെ അല്ലേ, ഇത് ക്ലിയർ ആണ് എന്ന് വിശ്വസിക്കുന്നു. എനിവേ ഇനി നോക്കൂ കുട്ടികളെ, ഇനി നമ്മളെന്ത് ചെയ്യാൻ പോകുന്നത്, ദാറ്റ് ഈസ് 2k plus 1 divided by 3 into ഇവിടെ k plus 1, ഇവിടെയും k plus 1 ഉണ്ട്, ഈ പ്ലസിന്റെ ലെഫ്റ്റും റൈറ്റും k plus 1 കോമൺ ആണ്, ആ k plus 1നെ പുറത്തേക്ക് എടുക്കുക. ഓക്കെ, അപ്പോൾ എന്തൊരു കുട്ടികളെ, k plus 1 ഇൻറ്റു ഇവിടുന്ന് k plus 1 പോയാൽ ബാക്കി 2k ഉണ്ടാവും, ഇവിടെ പ്ലസ് ഉണ്ടാവും, ഇവിടുന്ന് k plus 1 പോയാൽ പ്ലസ് 3 ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ആൻസർ കിട്ടി. എൻ്റെ ആൻസർ എന്താ, ആദ്യം k plus 1 ഇൻറ്റു ഇതെല്ലാം തെളിയിക്കണ്ടേ, k plus 1 2k plus 1 2k plus 1, അടുത്തത് എന്താ 2k plus 3 അല്ലേ, 2k plus 3 all divided by 3. ഇതാണ് നമുക്ക് തെളിയിക്കാനുണ്ടായിരുന്നത്. സോ p of k plus 1 is true, p of k plus 1 ശരിയാണ്, therefore p of n is true by principle of mathematical induction. ഓക്കെ, ഇത് ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങളിത് ഇതുപോലെ വർക്കൗട്ട് ചെയ്യാനുണ്ട്, എഴുതി പഠിക്കുക. ഈ മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ്റെ ഒരു ബുദ്ധിമുട്ട്, കുട്ടികൾക്ക് ചിലപ്പോൾ ചാപ്റ്റർ ബുദ്ധിമുട്ടാണെന്ന് പറയും. അത് എങ്ങനെയുള്ള കുട്ടികളെ പറയുക, ഒരു പ്രാവശ്യം എഴുതി പഠിച്ചിട്ടുണ്ടാവും, ഒന്ന് എഴുതി നോക്കിയിട്ടുണ്ടാവും, പഠിച്ചിട്ടുണ്ടാവില്ല. ഓക്കെ, നമ്മളത് പഠിക്കുന്നത് വരെ എഴുതുക, അതാണ്. ഓക്കെ, ഒന്നുമില്ലത് 2 പ്രാവശ്യം 2 or 3 പ്രാവശ്യത്തിൽ എഴുതി കഴിഞ്ഞ് ഇതിന് മുന്നത്തെ പ്രോബ്ലം ചെയ്ത് നിങ്ങൾക്ക് ഇത് ചെയ്യാൻ പറ്റും. ഇതിന് മുന്നത്തെ പ്രോബ്ലം കറക്റ്റ് ചെയ്ത് മനസ്സിലാക്കിയ കുട്ടികൾക്ക് ഇത് ചെയ്യാൻ പറ്റും ഈസി, അതേപോലെ ചെയ്യേണ്ട ഒരു പ്രോബ്ലമാണത്, കാരണം അത് സ്പ്ലിറ്റ് മിഡിൽ ടൈം വെച്ച് ചെയ്യുന്ന പ്രോബ്ലമാണ്. ഓക്കെ, ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ അല്ലേ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. യെസ്, നെക്സ്റ്റ് പ്രോബ്ലം 1/1 into 4 plus 1/4 into 7 plus 1/7 into 10 plus etc plus 1/3n minus 2 into 3n plus 1 is equal to n by 3n plus 1. Okay, this is our problem. ഇനി നോക്കൂ കുട്ടികളെ, ആദ്യം തന്ന സ്റ്റേറ്റ്മെന്റിന് നമ്മൾ എന്ത് ചെയ്യും, p of n എന്ന് പേര് കൊടുക്കും. സോ ലെറ്റ് p of n is, now what is p of 1? p
പി ഓഫ് വൺ ഒക്കെ നിങ്ങൾക്ക് കാണാൻ പഠിച്ചിട്ടുണ്ടാവും. ഓക്കെ, നമ്മൾ ഓരോന്നും ഇങ്ങനെ എല്ലാ പ്രോബ്ലം കറക്റ്റായിട്ട് ചെയ്ത് പോകാമെന്നേ ഉള്ളൂ. അത് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾ ചെയ്യുമ്പോൾ ഒക്കെ ചെയ്യണം കേട്ടോ. പി ഓഫ് വണ്ണ് ചെയ്ത് തരാം. നോക്ക് 1/1 × 4 സീക്വൽ അവിടെ എന്താ വരിക അപ്പുറത്തെ സൈഡിൽ 1/3 × 1 + 1. That is P of 1 is 1/4 അല്ലേ, ഈക്വൽ ടു 1/3 + 1 1/4. അപ്പോൾ P of 1 എന്താണ്? ട്രൂ ആണ്. P of 1 ട്രൂ ആണ്. ഓക്കെ, അസ്യൂം ദാറ്റ് P of k is true. P of k ട്രൂ ആണെന്ന് നമ്മൾ എന്ത് ചെയ്യുക? അസ്യൂം ചെയ്യുക. അതാണ് അടുത്ത് നിങ്ങൾ എഴുതേണ്ടത്. സോ വാട്ട് ഈസ് P of k? ഞാൻ P of k എന്നാണ് എഴുതി വെക്കുന്നത്. ദാറ്റ് ഈസ് P of k ഈസ് 1/1 × 4 plus 1/4 × 7 plus 1/7 × 10 plus etc. plus 1/3k - 2 × 3k plus 1 is equal to k by 3k plus 1 is true. ഇത് ശരിയാണ്, is true. ഇനി നമുക്ക് എന്താണ് ആഡ് ചെയ്യേണ്ടത്? P of k എന്ന് പറയുമ്പോൾ ഇവിടെ 1/3k - 2 × 3k plus 1 അവസാനിച്ചിട്ടുണ്ട്. സോ P of k plus 1 ആകുമ്പോൾ നമ്മൾ എന്താ ആഡ് ചെയ്യേണ്ടത്? 1/. എന്താണ് ആഡ് ചെയ്യേണ്ടതെന്ന് ശരിക്കും ശ്രദ്ധിക്കുക കേട്ടോ. ഇവിടെ ചെയ്യാൻ പോകണം. എങ്ങനെയാണ് നിങ്ങൾ അത് കണ്ടുപിടിക്കേണ്ടത് നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും. എനിവേ നോക്ക് എന്താ ആഡ് ചെയ്യേണ്ടത്? 1/3 × ആ കെയുടെ സ്ഥാനത്ത് എന്ത് കൊടുക്കുക? k plus 1 കൊടുക്കുക. കണ്ടോ? 3 × k plus 1 - 2 ഇതാണ് ഫസ്റ്റ് ബ്രാക്കറ്റ്. 3k - 2 ഞാൻ കെയുടെ സ്ഥാനത്ത് k plus 1 കൊടുത്തു. ഇൻറ്റു അടുത്തത് 3 × k plus 1 plus 1. ഓക്കെ, ഇതാണ് നമ്മൾ ആഡ് ചെയ്യേണ്ടത്. ഇത് ആഡ് ചെയ്യാന്ന് പറഞ്ഞത് ആരാണെന്ന് നോക്കാം. നമുക്ക് സിംപ്ലിഫൈ ചെയ്ത് നോക്കാം. ദാറ്റ് ഇസ് ഈക്വൽ ടു 1/3 × k 3k plus 3 × 1 3 - 2 ഇൻറ്റു 3 × k 3k plus 3 plus 1. ഓക്കെ, ദാറ്റ് ഇസ് ഈക്വൽ ടു അതെന്താ? ഇതെന്താണ്? 1/3k plus 1 3k plus 1 ഇൻറ്റു 3k plus 4 3k plus 4. അപ്പോൾ ഇതാണ് നമ്മൾ ആഡ് ചെയ്യേണ്ടത്. ഇത് മുഴുവനല്ല ആഡ് ചെയ്യേണ്ടത്. നമുക്ക് എന്താ കിട്ടിയത്? 1/3k plus 1 × 3k plus 4 ആണ് നിങ്ങൾ ആഡ് ചെയ്യേണ്ടത്. അതെങ്ങനെ കണ്ടുപിടിക്കുന്നത് ക്ലിയർ ആയില്ലേ? ഓക്കെ, അപ്പോൾ ഞാനതോടെ എഴുതി വെക്കുകയാണ്. adding 1/3k plus 1 into 3k plus 4 both sides, രണ്ട് സൈഡ് നമ്മൾ ആഡ് ചെയ്യണം. ഓക്കെ ആണല്ലോ? അപ്പോൾ നോക്കൂ കുട്ടികളെ, അപ്പോൾ നമ്മൾ ഇതിൻ്റെ ലെഫ്റ്റ് സൈഡ് ഇവിടെയാണ് ആഡ് ചെയ്യുന്നത് കേട്ടോ. ഇത് P of k യിലാണ് ഞാൻ ആഡ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ശരിക്കും ശ്രദ്ധിച്ചിരുന്നോളൂ. 1/1 × 4 plus 1/4 × 7 plus 1/7 × 10 7 × 10 അല്ലേ 10 7 × 10 plus etc. ക്ലിയർ അല്ലേ കുട്ടികളെ? 10 ആണ് കേട്ടോ. ഓക്കെ, 7 × 10 plus etc. ഓക്കെ, 7 × 10 plus etc. plus 1/3k - 2 × 3k plus 1. ഓക്കെ, അവിടെ നമ്മൾ എന്താ ആഡ് ചെയ്യേണ്ടത്? പ്ലസ് 1/3k plus 1 into 3k plus 4 is equal to ഇവിടെ റൈറ്റ് സൈഡിൽ 1/3k plus 1 1/3k plus 1 into 3k plus 4 plus അവിടെ എന്താ ആഡ് ചെയ്യണം? 1/3k plus 1 into 3k plus 4. ഓക്കെ ആണല്ലോ? ക്ലിയർ അല്ലേ? ഞാനത് രണ്ട് സൈഡിൽ ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. 1/3k plus 1 into 3k plus 4 അത് രണ്ട് സൈഡിലും ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാരാ കുട്ടികളെ? ഈ ടേം ആരാണ്? ദാറ്റ് ഈസ് P of k plus 1 ഈസ് അവിടെ ആരുള്ളത്? 1/3k plus 1 into 3k plus 4 plus 1/3k plus 1. ഇത് രണ്ടും ഒന്ന് തന്നെ ആയി അല്ലേ? നമ്മൾ ആഡ് ചെയ്ത് തെറ്റിയിട്ടുണ്ടല്ലോ. നമ്മൾ ഇതിനാണ് ആഡ് ചെയ്ത് കൊടുത്തത് അല്ലേ? സോറി. അപ്പോൾ നോക്കി, ഇതാണ് കേട്ടോ നമ്മുടെ P of k എന്നുള്ള ഇതാണ്. 1/3k plus 3k - 2 into 3k plus 1. അവിടെയാണ് ഞാൻ ഇത് ആഡ് ചെയ്ത് കൊടുത്തത്. കറക്റ്റാണ്, ഇവിടെ കറക്റ്റാണ് അല്ലേ? ഓക്കെ, ഇനി ഈ സൈഡിലേക്ക് വരുമ്പോൾ ഈ സൈഡിലേക്ക് വരുമ്പോഴേ ഇവിടെ ഇതിൻ്റെ റൈറ്റ് സൈഡിലേക്ക് വരുമ്പോൾ കുട്ടികളെ ഇവിടെ എന്താണ് നമ്മൾ ആദ്യം ഇവിടെ എന്താ ഉണ്ടായിരുന്നത്? അവിടെ ഉണ്ടായിരുന്നത് k/3k plus 1 ആണ്. അതിനോട് കൂടെയാണ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് അല്ലേ? k/3k plus 1. ഓക്കെ,
സോ ഇവിടെ ഇതാണ് 3k ഡിവൈഡഡ് ബൈ 3k പ്ലസ് 1. ഞാനവിടെ തെറ്റിയിട്ടുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഏതായാലും നമ്മൾ ഈ ഓൺലൈൻ ക്ലാസ് ആയതുകൊണ്ട് നിങ്ങൾക്ക് അത് വിളിച്ചു പറയാൻ കഴിയില്ലല്ലോ, സാറേ തെറ്റിയെന്ന് പറയാൻ കഴിയില്ലല്ലോ, അതുകൊണ്ടാണ്. ചിലപ്പോൾ നിങ്ങൾ പറയുന്നുണ്ടാവും, ഞാൻ കേൾക്കുന്നില്ല. ഓക്കെ, എനിവേ ഇപ്പൊ ക്ലിയർ അല്ലേ? k ബൈ 3k പ്ലസ് 1 പ്ലസ് 1 ബൈ 3k പ്ലസ് 1 ഇൻറ്റു 3k പ്ലസ് 4. ഓക്കെ ആണല്ലോ. അപ്പൊ ഇവിടെയും മാറി അല്ലേ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ എന്ത് വരും? പി ഓഫ് കെ പ്ലസ് 1 ഈസ് പി ഓഫ് കെ പ്ലസ് 1. ഇതിന്റെ സ്ഥാനത്ത് നമുക്ക് പി ഓഫ് കെ പ്ലസ് 1 കൊടുക്കാം. ഇവിടെ എന്ത് വരും? കെ ബൈ 3k പ്ലസ് 1. ഓക്കെ, അതായത് ഈ ഫസ്റ്റ് ആദ്യം വരുന്നത് എന്താണ്? കെ ബൈ 3k പ്ലസ് 1 ആണ്. ഓക്കെ ആണല്ലോ. ഇതൊന്ന് മായ്ച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാതെ എഴുതാം കേട്ടോ. കെ ബൈ 3k പ്ലസ് 1. ഓക്കെ, അപ്പോൾ കുട്ടികളെ ഇതോടെ കെ ബൈ 3k പ്ലസ് 1 k divided by 3k plus 1 plus 1 by 3k plus 1 into 3k plus 4. Okay, yes. ഇനി ഇത് സിംപ്ലിഫൈ ചെയ്തിട്ട് നമുക്ക് എന്താണ് ഉത്തരം കിട്ടേണ്ടത്, അവിടേക്കാണ് നമ്മൾ പോകുന്നത്. എന്താണ് നമുക്ക് ഉത്തരം കിട്ടേണ്ടത്? അപ്പോൾ അത് ഞാനിവിടെ ആദ്യം സൈഡിലൊന്ന് എഴുതി വെക്കാം. ഓക്കെ, അതായത് പി ഓഫ് കെ നമുക്ക് കിട്ടിയിട്ടുള്ളത് k ബൈ 3k പ്ലസ് 1 ആണ്. അപ്പോൾ പി ഓഫ് കെ പ്ലസ് 1 നമുക്ക് എന്താ കിട്ടേണ്ടത് കുട്ടികളെ? പി ഓഫ് കെ പ്ലസ് 1 നമുക്ക് കിട്ടേണ്ടത് കെയുടെ സ്ഥാനത്ത് എന്തായി മാറും? കെ പ്ലസ് 1 ഉണ്ടാവും. കെ പ്ലസ് 1 ബൈ 3 ഇൻറ്റു കെ പ്ലസ് 1, 3 ഇൻറ്റു കെ പ്ലസ് 1 പ്ലസ് 1. അതായത് കെ പ്ലസ് 1 ബൈ 3k പ്ലസ് 3 അല്ലേ? ഇത് 3k, 3 ഇൻറ്റു 1 3 ആണ്. ആ 3 പ്ലസ് 1 എന്താ വരിക? പ്ലസ് 4. ഇതാണ് നമുക്ക് പി ഓഫ് കെ പ്ലസ് 1 ആയിട്ട് കിട്ടേണ്ടത്. ഓക്കെ ആണല്ലോ. അപ്പോൾ നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത്, ഞാൻ ഇതിനെ അവിടേക്ക് എത്തിക്കാൻ പോവുകയാണ്. ശരിക്കും ശ്രദ്ധിച്ചോളൂ കേട്ടോ. ഓക്കെ, നമ്മൾ ഇതൊക്കെ കുറേ ഇങ്ങനെ ചെയ്തു പോകാനുണ്ട്. ഓക്കെ, ഇത് നോക്കിക്കോളൂ. ദാറ്റ് ഈസ് പി ഓഫ് കെ പ്ലസ് 1 ഈസ്, ഇതിൽ ഈ പ്ലസിന്റെ ലെഫ്റ്റും റൈറ്റും 3k പ്ലസ് 1 കോമൺ ആണ് അല്ലേ? ഈ 3k പ്ലസ് 1 പുറത്തേക്ക് എടുക്കുക. 3k പ്ലസ് 1 അല്ല, 1 ബൈ 3k പ്ലസ് 1 ആണ് കോമൺ. 1 ബൈ 3k പ്ലസ് 1. ഇവിടെ 1 ബൈ 3k പ്ലസ് 1 പോയ ബാക്കി ഇവിടെ എന്താ ഉള്ളത്? അവിടെ k ഉണ്ടാവും. k പ്ലസ് ഇവിടുന്ന് 1 ബൈ 3k പ്ലസ് 1 പോയാലും അവിടെ 1 ബൈ 3k പ്ലസ് 4 ഉണ്ടാവും. പ്ലസ് 1 ബൈ 3k പ്ലസ് 4. ഓക്കെ ആണല്ലോ. ഇനി കെയുടെ സ്ഥാനത്ത് നമ്മൾ അതിന്റെ ഡിനോമിനേറ്റർ 1 കൊടുക്കുക. അത് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുക. ദാറ്റ് ഈസ് പി ഓഫ് കെ പ്ലസ് 1 ഈസ് 1 ബൈ 3k plus 1 into, നോക്കിക്കോളട്ടെ, k into 3k plus 4, k into 3k plus 4 plus 1 into 1, that is 1 all divided by 1 into 3k plus 4 ആരാ? 3k plus 4. Okay, yes, that is 1 by 3k plus 1 into k into 3k, 3k square, k into 4 plus 4k plus 1 all divided by 3k plus 4. ഓക്കെ, ഇനി നോക്ക് കുട്ടികളെ, നമുക്ക് എന്താണ് ആൻസർ കിട്ടേണ്ടത്? k plus 1 by 3k plus 4 ആണ് കിട്ടേണ്ടത്. അപ്പോൾ നമുക്ക് കിട്ടേണ്ട ഒന്നും അവിടെ ഇല്ല, ആണ് ഇവിടെ 3k plus 4 കൊടുത്ത് ആയിട്ടുണ്ട് അല്ലേ? ഡിനോമിനേറ്റർ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ 3k plus 1 കൊടുത്ത് കട്ടായി പോകണം. ഓക്കെ, അപ്പോൾ നമ്മൾ ആലോചിച്ച് നമുക്ക് മനസ്സിലാകും ഈ 3k സ്ക്വയർ പ്ലസ് 4k പ്ലസ് 1 ആരായിരിക്കും? അതിന് മിഡിൽ ടേം ഒക്കെ സ്പ്ലിറ്റ് ചെയ്താൽ നമുക്ക് എന്താ ഉത്തരം കിട്ടുക? പറയാൻ കഴിയും നിങ്ങൾക്ക്? ഒന്ന് ആലോചിച്ച് നോക്ക്. നമുക്ക് കിട്ടേണ്ട ആൻസർ ഇതാണ്. ഇവിടെ 3k പ്ലസ് 4 ഡിനോമിനേറ്റർ കിട്ടിയിട്ടുണ്ട്, 3k പ്ലസ് 4 അവിടെ ഉണ്ട്. ഇനി ഇവിടെയുള്ള ഈ 3k പ്ലസ് 1 വെട്ടിപ്പോകണം, ക്യാൻസൽ ചെയ്ത് പോകും വേണം. മാത്രമല്ല മുകളിൽ ഒരു k പ്ലസ് 1 വരും വേണം. അപ്പോൾ ഈ 3k സ്ക്വയർ പ്ലസ് 4k പ്ലസ് 1 ആരായിരിക്കും എന്ന് അറിയാം നിങ്ങൾക്ക്? അത് മറ്റാരുമല്ല, അത് k പ്ലസ് 1 ഇൻറ്റു 3k പ്ലസ് 1 ആണ്. ഇതിന്റെ സ്ഥാനത്ത് k പ്ലസ് 1 3k പ്ലസ് 1 കൊടുത്താൽ ഈ 3k പ്ലസ് 1 കട്ടായി പോകും. പിന്നെ മുകളിൽ ആരുണ്ടാവും? k പ്ലസ് 1 ഉണ്ടാവും. അപ്പോൾ k പ്ലസ് 1 ബൈ 3k പ്ലസ് 4 നമ്മുടെ ആൻസർ കിട്ടി. കണ്ടോ? അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുക? കോമൺ സെൻസ് ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാം? ആലോചിച്ച് നമുക്ക് ഇതിന് ഉത്തരം അടുത്ത സ്റ്റെപ്പ് വേണമെങ്കിൽ എഴുതി വെക്കാം. പല കുട്ടികൾക്കും ഇങ്ങനെ എഴുതിച്ചാൽ മതി. ദാറ്റ് ഈസ് ഈക്വൽ ടു 1 ബൈ 3k പ്ലസ് 1 ഇൻറ്റു ഇതിന്റെ സ്ഥാനത്ത് ഇത് കൊടുത്താൽ മതി. ഇത് വെട്ടിക്കളഞ്ഞാൽ മതി, ആൻസറായി. ഇനി ഇതിനെ എങ്ങനെയാണ് ഈ 3k സ്ക്വയർ പ്ലസ് 4k പ്ലസ് 1 എങ്ങനെയാണ് നമ്മൾ ഇതുപോലെ നമ്മൾ രണ്ട് ഫാക്ടറുകളുടെ മൾട്ടിപ്പിൾ ആക്കി മാറ്റിയത്? അതാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അത് ചെയ്യാൻ എളുപ്പമാണ്. നമ്മളിപ്പോൾ 2-3 പ്രോബ്ലം അങ്ങനെ ചെയ്തിട്ടുണ്ട് അല്ലേ? ദാറ്റ് ഈസ് 1 ബൈ 3k പ്ലസ് 1 ഇൻറ്റു നോക്കിക്കോളൂ കേട്ടോ, 3k സ്ക്വയർ പ്ലസ് 4k പ്ലസ് 1 അല്ലേ? അപ്പോൾ ഈ 4k നമ്മൾ എന്ത് ചെയ്യുക? സ്പ്ലിറ്റ് ചെയ്യുക. എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യുന്നത്? നമ്മൾ 3k സ്ക്വയർ അല്ലേ? അപ്പോൾ ഇവിടെ നമ്മൾ 3k പ്ലസ് 1k എന്ന് കൊടുക്കുക. അതായത് 3k സ്ക്വയർ പ്ലസ് 4k എങ്ങനെ എഴുതുന്നത്? 3k പ്ലസ് k എന്ന് എഴുതുക. പ്ലസ് 1 കണ്ടോ, ഡിവൈഡഡ് ബൈ 3k പ്ലസ് 4.
Okay, that is 1 by 3k plus 1 into 3k square plus 3k. ഇതിൽ ആര് കോമൺ? 3k കോമൺ അല്ലേ? 3k നെ പുറത്തേക്ക് എടുക്കുക. 3k പുറത്തോട്ട് പോയി ഇവിടെ ഒരു k ഉണ്ടാവും. ഇവിടെ 3 പോയി k സ്ക്വയറിന് k പോയ ഒരു k ഉണ്ടാവും. 3k ഇവിടുന്ന് 3k പോയാൽ ബാക്കി പ്ലസ് 1 ഉണ്ടാവും. പ്ലസ് k പ്ലസ് 1 or divided by 3k plus 4. That is 1 by 3k plus 1 into നോക്ക് നിങ്ങൾ ഈ പ്ലസിന്റെ ലെഫ്റ്റ് റൈറ്റ് ആര് കോമൺ ആണ്? k plus 1 കോമൺ ആണ്. ആ k plus 1 നെ പുറത്തേക്ക് എടുക്കുക. k plus 1 ഇവിടുന്ന് പോയാൽ അവിടെ 3k ഉണ്ടാവും. ഇവിടുന്ന് k plus 1 പോയാലോ പ്ലസ് 1 ഉണ്ടാവും. all divided by 3k plus 4. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ അതേപോലെ കിട്ടിയില്ല നിങ്ങൾക്ക്? കണ്ടോ? വളരെ എളുപ്പമാണത്. പല കുട്ടികൾക്ക് ഇതൊക്കെയാണ് ബുദ്ധിമുട്ട് വരിക. ഓക്കെ, അതെങ്ങനെ ടീച്ചർമാർ അങ്ങനെ ചെയ്ത് പോയിട്ടുണ്ടാവും. കുട്ടികൾക്ക് അതിൻ്റെ എന്താ പറയുക, അത് എന്തിനു വേണ്ടി ചെയ്യണമെന്ന് മനസ്സിലായിട്ടുണ്ടാവില്ല. അത് അറിയുന്നത് എന്തിനു വേണ്ടി നമ്മൾ ഇങ്ങനെയൊക്കെ സിംപ്ലിഫൈ ചെയ്ത് ഇങ്ങനെ ആക്കി മാറ്റുന്നത്, എങ്ങനെ ഇത് മിഡിൽ ടൈം എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യുക, അതൊക്കെ കറക്റ്റ് അറിയുന്ന കുട്ടികൾക്ക് വളരെ എളുപ്പമാണത്. ഇറ്റ്സ് വെരി സിമ്പിൾ. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം? 3k plus 1 കട്ട് ചെയ്ത് പോകാൻ ബാക്കി ആൻസർ വരുന്നത് ഇവിടെ ഒന്നുമില്ലല്ലോ. k plus 1 divided by 3k plus 4. That is our p of k plus 1. അതല്ലേ നമുക്ക് തെളിയിക്കാനുള്ളത്? കറക്റ്റ് ആണ്. Therefore, p of k plus 1 is true and hence p of n is true. p of n true by principle of mathematical induction. Okay, അപ്പോൾ ഇത് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. നെക്സ്റ്റ് പ്രോബ്ലം 1 plus 1 by 1 into 1 plus 1 by 2 into 1 plus 1 by 3 into etc. പ്ലസ് അല്ല, സോറി, ഇൻറ്റു ആണ് കേട്ടോ. എക്സെട്ര ഇൻറ്റു. ഓക്കെ, 1 plus 1 by n equal to n plus 1. ഈ ക്വസ്റ്റ്യനിൽ നമ്മൾ ഇതുവരെ ചെയ്ത ആ ഒരു പാറ്റേണിന് മാറ്റമുണ്ട്. എന്താ പ്രശ്നം? എന്താ? 1 plus 1 by 1 ഗുണിക്കണം 1 plus 1 by 2 അല്ലെ, ഇൻറ്റു 1 plus 1 by 3 ഇൻറ്റു. ഇതിങ്ങനെ മൾട്ടിപ്ലിക്കേഷൻ ആണ്. നമ്മളിതിന് മുന്നത്തെ പ്രോബ്ലം എന്തായിരുന്നു? പ്ലസ് അങ്ങനെയായിരുന്നു, ആഡിങ് ആയിരുന്നു അല്ലേ. 1 സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ പ്ലസ് 3 സ്ക്വയർ അങ്ങനെയായിരുന്നു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? kth ടേം k സ്ക്വയർ വരും, എന്നിട്ട് k plus 1 ടേമിന് വേണ്ടി k plus 1 സ്ക്വയർ നമ്മൾ ആഡ് ചെയ്തു രണ്ട് സൈഡ്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല, ഇവിടെ എന്താ വരിക? മൾട്ടിപ്ലിക്കേഷൻ ആണ് വരിക. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. സോ ദ ഗിവൺ സ്റ്റേറ്റ്മെന്റ് ഈസ് p of n. ഓക്കെ, ദെൻ വാട്ട് ഈസ് p of 1? p of 1 എന്ന് പറയുമ്പോൾ ഇതിന്റെ ഫസ്റ്റ് ടേം, ഇതാണ് ഫസ്റ്റ് ടേം, ഇൻറ്റു സെക്കൻഡ് ടേം ഇതാണ്. അപ്പോൾ p of 2 എന്ന് പറയുമ്പോൾ ഇത് രണ്ടും വരും. p of 3 എന്ന് പറയുമ്പോൾ ഇത് 3 ടേം വരും. ഓക്കെ, സോ p of 1 എന്ന് പറയുമ്പോൾ എന്താ വരിക? 1 plus 1 by 1. ദാറ്റ്സ് ഈക്വൽ ടു ആ സൈഡിലേക്ക് പോയാലോ 1 plus 1. n ഈക്വൽ ടു 1 കൊടുത്താൽ മതി. ദാറ്റ് ഈസ് 2 is equal to 2. Therefore p of 1 is true. Now assume അല്ലേ, assume that p of k is true. p of k true ആണെന്ന് assume ചെയ്യുക. That is, what is p of k? p of k is 1 plus 1 by 1 into 1 plus 1 by 2 into 1 plus 1 by 3 into etc. into 1 plus 1 by k is equal to k plus 1. Okay, ഇനി നമുക്ക് എന്താണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്? ശരിക്കും ശ്രദ്ധിക്കുക, ആഡിങ് അല്ല, ആഡിങ് ബോത്ത് സൈഡ്സ് ചെയ്തത് മൾട്ടിപ്ലൈയിങ് ആണ്. ഓക്കെ, നോക്കിക്കോളൂ. ഫസ്റ്റ് ടേം 1 plus 1 by 1 ആണ്. സെക്കൻഡ് ടേം 1 plus 1 by 1 plus 1 plus 1 by 2 അങ്ങനെ പോവാണ് അല്ലേ. സെക്കൻഡ് ടേം ഇതാണ്, ഇത് തേർഡ് ടേം ആണ്. സോ kth ടേം എന്ന് പറയുമ്പോൾ എന്താ? 1 plus 1 by k ആണ്. അപ്പോൾ k plus 1th ടേം എന്താ വരിക? 1 plus 1 by k plus 1 എന്ന് പറഞ്ഞാൽ ഇത് കഴിഞ്ഞ അടുത്ത ടേം അതാണ് നമ്മൾ രണ്ട് സൈഡിൽ മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. സോ മൾട്ടിപ്ലൈയിങ് 1 plus 1 by k plus 1 both sides. Okay, that is 1 plus 1 by 1 into 1 plus 1 by 2 into 1 plus 1 by 3 into etc. into 1 plus 1 by k into 1 plus 1 by k plus 1 is equal to, ഇവിടെ k plus 1 ഓൾറെഡി ഉണ്ട്, അവിടെ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? അവിടെ ഇൻറ്റു ചെയ്ത് കൊടുക്കുക, മൾട്ടിപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്താ ചെയ്യേണ്ടത്? ഇൻറ്റു 1 plus 1 by k plus 1. ഓക്കെ, ആഡ് ചെയ്യരുത് കേട്ടോ, കൊണ്ട് ആഡ് ചെയ്യരുത്. ഈ പ്രോബ്ലം വേറെ ക്വസ്റ്റ്യൻ ആണ്, അതുകൊണ്ടാണ്. ഇതിന് സ്ഥാനത്ത് നമുക്ക് എന്താ എഴുതാൻ കുട്ടികളെ? ദിസ് ഈസ് p of k plus 1. p of k plus 1 is k plus 1 into 1 plus 1 by k plus 1. ഇനി കുട്ടികൾ നമുക്ക് എന്താണ് p of k plus 1 കിട്ടേണ്ടത്? എന്താണ് നമുക്ക് ആൻസർ കിട്ടേണ്ടത് കുട്ടികളെ? p of k plus 1 നമുക്ക് കിട്ടേണ്ടത് p of k എന്നുള്ളത് k plus 1 ആണ്. സോ p of k plus 1 എന്താ വരിക? k plus 1 plus 1. k plus 1
പ്ലസ് 1 ഇതാണ് നമുക്ക് കിട്ടേണ്ടത്. ദാറ്റ് ഈസ് k പ്ലസ് 2 ആണ് കിട്ടേണ്ടത്. ഇതാണ് നമുക്ക് കിട്ടേണ്ടത്, ആൻസർ കിട്ടേണ്ടത് അതാണ്. ഓക്കെ, സോ നമുക്ക് സോൾവ് ചെയ്യാം. ദാറ്റ് ഈസ് k പ്ലസ് 1 അല്ലേ, ഇത് k പ്ലസ് 1. ഇവിടെ നമുക്ക് ചെയ്യും ഇതിനൊന്ന് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാം. 1 ഇൻറ്റു k പ്ലസ് 1 k പ്ലസ് 1 പ്ലസ് 1 ഇൻറ്റു ഇവിടെ താഴത്ത് 1 ഉണ്ടാവുക, ദാറ്റ് ഈസ് 1 ഓൾ ഡിവൈഡഡ് ബൈ k പ്ലസ് 1. ഓക്കെ ആണല്ലോ. എടാ കുട്ടികൾ, ഈ k പ്ലസ് 1 k പ്ലസ് 1 കട്ടായി പോവില്ലേ? അപ്പം എന്താ കിട്ടിയത്? ദാറ്റ് ഈസ് നമുക്ക് എന്ത് കിട്ടി? p ഓഫ് k പ്ലസ് 1 ഈസ് മുകളിൽ എന്താ ഉള്ളത്? k പ്ലസ് 1 പ്ലസ് 1 അല്ലെങ്കിൽ k പ്ലസ് 2 അല്ലേ, k പ്ലസ് 1 പ്ലസ് 1 എന്ന് കിട്ടിയിട്ടുണ്ട്. ഇതാണ് നമുക്ക് തെളിയിക്കാനുള്ളത്. ആൻസർ കിട്ടിയിട്ടുണ്ട്. അതിന് വേണമെങ്കിൽ നമുക്ക് k പ്ലസ് 2 എന്നൊക്കെ എഴുതട്ടെ, അതിനൊന്നും കുഴപ്പമില്ല. ഞാനെന്താ സാറെന്താ അത് അങ്ങനെ എഴുതായിരുന്നത്? സാറെന്താ k പ്ലസ് 1 പ്ലസ് 1 മാത്രം എഴുതി പോയത്? അങ്ങനെ ഡൗട്ടൊന്നും വേണ്ട ഒരു ആവശ്യമില്ല, അങ്ങനെയൊക്കെ എഴുതാൻ നോ പ്രോബ്ലം. സോ therefore p of k plus 1 is true. So p of n is true. Okay, by principle of mathematical induction. Okay, അപ്പോൾ ഇത് ഈ പ്രോബ്ലം പ്രത്യേകം ശ്രദ്ധിക്കട്ടെ, അവിടെ മൾട്ടിപ്ലൈയിങ് ആണ്. ഓക്കെ, നെക്സ്റ്റ് പ്രോബ്ലം 1 plus 3 by 1 into 1 plus 5 by 4 into 1 plus 7 by 9 plus etc. into plus into etc. into 1 plus 2n plus 1 by n square is equal to n plus 1 whole square. Okay, so this is p of n. Now what is p of 1? That is 1 plus 3 by 1. First term അത് മാത്രമാണ്. അപ്പുറത്ത് 1 കൊടുത്താൽ 1 plus 1 the whole square. Okay, that is 1 plus 3 4 is equal to 2 square, that is 4. Okay, p of 1 എന്താണ്? True ആണ്. p of 1 is true. Okay, now assume p of k is true, that is p of k. What is p of k കുട്ടികളെ? p of k is 1 plus 3 by 1 into 1 plus 5 by 4 into 1 plus 7 by 9 into etc. into 1 plus 2k plus 1 by k square is equal to k plus 1 the whole square. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് എന്താണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്? ബോത്ത് സൈഡ്സ് എന്താണ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്? അതാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ അത് ശ്രദ്ധിച്ചിരിക്കുക. ഇവിടെ ഞാൻ ചെയ്യാൻ പോകണം. എന്താണ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യേണ്ടത് അത് കണ്ടുപിടിക്കാൻ പോകണം. 1 പ്ലസ് ഈ കെയുടെ സ്ഥാനത്ത് k പ്ലസ് 1 കൊടുക്കുക. അപ്പോൾ 2 ഇൻറ്റു k പ്ലസ് 1 പ്ലസ് 1 ഓക്കെ ഡിവൈഡഡ് ബൈ k പ്ലസ് 1 സ്ക്വയർ. ഇതാണ് രണ്ട് സൈഡിലും മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. ഒന്ന് സിംപ്ലിഫൈ ചെയ്യാൻ വേണമെങ്കിൽ ദാറ്റ് ഈസ് 1 പ്ലസ് 2k പ്ലസ് 2 ദാറ്റ് ഈസ് 2k plus 2, that is plus 2 plus 1, ഇവിടെ plus 1 ഉണ്ട്, all divided by k plus 1 whole square, that is equal to 1 plus 2k plus 3, 2k plus 3 divided by k plus 1 whole square. ഇതാണ് നമ്മൾ രണ്ട് സൈഡിലും ആഡ് ചെയ്യേണ്ടത്. ഓക്കെ ആണല്ലോ. സോറി, ആഡ് ചെയ്യല്ല, മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. എന്താ വെച്ചാൽ നമ്മൾ ഇത്രയും ചെയ്ത പ്രോബ്ലം എല്ലാം ആഡിങ് ബോത്ത് സൈഡ് എന്നെല്ലാം പറഞ്ഞിരുന്നത്. അതുകൊണ്ടാണ് ഈ ആഡിങ് ഇടയ്ക്ക് ഇങ്ങനെ കയറി വരുന്നത് കേട്ടോ. സോ മൾട്ടിപ്ലൈയിങ് അല്ലേ, മൾട്ടിപ്ലൈയിങ് എന്താ മൾട്ടിപ്ലൈയിങ് ചെയ്യേണ്ടത്? 1 പ്ലസ് 2k പ്ലസ് 3 ഡിവൈഡഡ് ബൈ k പ്ലസ് 1 ഹോൾ സ്ക്വയർ ബോത്ത് സൈഡ്സ്. അപ്പോൾ എന്ത് വരും കുട്ടികളെ? 1 പ്ലസ് 3 by 1 ഇൻറ്റു 1 പ്ലസ് 5 by 4. നിങ്ങളിതിൻ്റെ കൂടെ എഴുതിക്കോളൂ, ചെയ്യുക കേട്ടോ. നിങ്ങളൊരു പേനയും നോട്ട് ബുക്കും എടുത്തിട്ടേ ഇതിൻ്റെ കൂടെ ചെയ്തു വാ. അപ്പോൾ നിങ്ങൾ എൻ്റെ മുന്നേ പോ അല്ലേ. ഞാൻ അടുത്ത സ്റ്റെപ്പ് ചെയ്യാൻ ഞാൻ പറഞ്ഞ് പതുക്കൽ വരുന്നുള്ളൂ. നിങ്ങളിതിന് മുന്നേ ചെയ്തു പോ. അപ്പോൾ ഡൗട്ട് ഉണ്ടെങ്കിൽ എന്ത് ചെയ്ത് നോക്കുക. ഓക്കെ, സോ 1 പ്ലസ് 3 by 1 ഇൻറ്റു 1 പ്ലസ് 5 by 4 ഇൻറ്റു അങ്ങനെ പോവാണ് കേട്ടോ, ഇൻറ്റു എക്സെട്ര ഇൻറ്റു 1 പ്ലസ് 2k പ്ലസ് 1 ബൈ k സ്ക്വയർ ഇൻറ്റു ആണ് മൾട്ടിപ്ലൈ. എന്താ മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്? ഓക്കെ, നേരത്തെ ക്വസ്റ്റ്യനിൽ പോലെ മാറുന്നില്ല, ശ്രദ്ധിക്കണം കേട്ടോ. ഞാൻ ഇവിടെ കൊണ്ട് ഇൻറ്റു ചെയ്യും, ഇവിടെയാണ് ചെയ്യേണ്ടത്. അത് കഴിഞ്ഞതാണ് ഇൻറ്റു ചെയ്യേണ്ടത്. അപ്പോൾ ഇൻറ്റു 1 പ്ലസ് 2k പ്ലസ് 3 ബൈ k പ്ലസ് 1 ദി ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു k പ്ലസ് 1 ഹോൾ സ്ക്വയർ ഇൻറ്റു ഇവിടെ ഇത് ഇൻറ്റു ചെയ്യുക 1 പ്ലസ് 2k പ്ലസ് 3 ബൈ k പ്ലസ് 1 ദി ഹോൾ സ്ക്വയർ. ഓക്കെ, അപ്പോൾ ഇതിനെ നമുക്ക് എന്ത് എഴുതാം? ഇതിൻ്റെ സ്ഥാനത്ത് നമുക്ക് എന്ത് കൊടുക്കാം കുട്ടികളെ? p ഓഫ് k പ്ലസ് 1 എന്ന് കൊടുക്കാം. ഇവിടെ തന്നെ കൊടുക്കുക അല്ലേ. ദാറ്റ് ഈസ് p ഓഫ് k പ്ലസ് 1 ഇസ് ഈക്വൽ ടു k പ്ലസ് 1 ഹോൾ സ്ക്വയർ ഇൻറ്റു 1 പ്ലസ് 2k പ്ലസ് 3 divided by k plus 1 the whole square. ഓക്കെ അല്ലേ? യെസ്. ഇനി നോക്കൂ കുട്ടികളെ, ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമുക്ക് ഇത് സോൾവ് ചെയ്തിട്ട് നമുക്ക് എന്താ ആൻസർ കിട്ടേണ്ടത്? എന്താണ് p ഓഫ് k പ്ലസ് 1 കിട്ടേണ്ടത്?
ദാറ്റ് ഈസ് ഈക്വൽ ടു പി ഓഫ് കെ കിട്ടിയിട്ടുള്ളത് എന്താ കെ പ്ലസ് വൺ സ്ക്വയർ. അപ്പോൾ പി ഓഫ് കെ പ്ലസ് വൺ എന്താ വരിക കെ പ്ലസ് വൺ സ്ക്വയർ ദാറ്റ് ഈസ് കെ പ്ലസ് ടു സ്ക്വയർ. ഇതാണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ സോൾവ് ചെയ്യാം. വെരി സിമ്പിൾ. നോക്ക് നിങ്ങൾ, ദാറ്റ് ഈസ് ഈക്വൽ ടു ഇവിടെ കെ പ്ലസ് വൺ സ്ക്വയർ ഉണ്ട് അല്ലേ, ഇത് ഇവിടെ നിങ്ങൾ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാം. അപ്പോൾ 1 ഇൻറ്റു കെ പ്ലസ് വൺ സ്ക്വയർ ദാറ്റ് ഈസ് കെ പ്ലസ് വൺ സ്ക്വയർ പ്ലസ് 2k പ്ലസ് 3 ഇൻറ്റു 1 ദാറ്റ് ഈസ് 2k പ്ലസ് 3 ഓൾ ഡിവൈഡഡ് ബൈ കെ പ്ലസ് വൺ സ്ക്വയർ. അപ്പോൾ കുട്ടികളെ ഇവിടെയുള്ള കെ പ്ലസ് വൺ സ്ക്വയറും ഈ കെ പ്ലസ് വൺ സ്ക്വയറും കട്ടായി പോകും അല്ലേ. ബാക്കി എന്താ ഉള്ളത് പി ഓഫ് കെ പ്ലസ് വൺ ഇസ് ഈക്വൽ ടു ന്യൂമറേറ്ററിൽ കെ പ്ലസ് വണ്ണിൻ്റെ സ്ക്വയർ, അത് സ്ക്വയർ ചെയ്യും a square plus 2ab plus b square that is k square plus 2ab that is 2k plus 1 square that is 1 plus 2k plus 3 divided by ഇല്ലല്ലേ, അവിടെ ഡിവൈഡഡ് ബൈ 1 ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഇതിപ്പോൾ അങ്ങനെ പറഞ്ഞു പോയില്ല അതുകൊണ്ടാണ്. ഓക്കെ, അതിൻ്റെ ആവശ്യമില്ല, അത്ര വേണ്ടതുള്ളൂ. ദാറ്റ് ഈസ് പി ഓഫ് കെ പ്ലസ് വൺ. ഇവിടെ ഡിവൈഡഡ് ബൈ 1 തൊട്ടൊരു ആവശ്യമില്ല കേട്ടോ, അതിൻ്റെ ആവശ്യമില്ല, കൺഫ്യൂഷൻ ആവരുത്. ഓക്കെ, പി ഓഫ് കെ പ്ലസ് വൺ is equal to k square plus 2k plus 2k that is 4k plus 1 plus 3 that is 4. So എന്താ കിട്ടിയത് p of k plus 1 is equal to what is k square plus 4k plus 4 ചെയ്തിട്ടുണ്ട് ഓർമ്മയില്ലേ. yes, that is k plus 2 the whole square. ആൻസർ കിട്ടി. അത് തെളിയിക്കാണ്ടായിരുന്നു, എവിടെ അത് തെളിയിക്കാണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ അതിനർത്ഥം എന്താ therefore p of k plus 1 is true and hence by principle of mathematical induction p of n is true. okay, clear അല്ലേ. yes, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. Next problem, ab all raised to n is equal to a raised to n into b raised to n. ഇതൊക്കെ നിങ്ങൾ നമുക്ക് അറിയുന്ന റിസൾട്ടുകളാണ് അല്ലേ. പക്ഷെ ഇതിൻ്റെ പ്രൂഫ് എന്താ, അത് ശരിയാണോ, ഇത് ഇങ്ങോട്ട് പ്രൂവ് ദാറ്റ് എ ബി ഓൾ റേസ് ടു എൻ ഈക്വൽ ടു എ റേസ് ടു എൻ ബി റേസ് ടു എന്ന് പറഞ്ഞാൽ നമ്മൾ എങ്ങനെ ചെയ്യാം. അതിന് വേണ്ടിയിട്ടാണ് പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്സ് പഠിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഈ റിസൾട്ട് ചെയ്ത് നോക്കാം അല്ലേ. സോ ലെറ്റ് പി ഓഫ് എൻ b ab all raised to n is equal to a raised to n b raised to n. ഇനി നോക്ക്, വാട്ട് ഈസ് പി ഓഫ് 1. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇപ്പോൾ നമ്മൾ ഇതുവരെ ചെയ്ത പോലുള്ള ക്വസ്റ്റൻ അല്ലത്. നമ്മൾ ഇതുവരെ ചെയ്തത് എന്തായിരുന്നു 1 + 2 + 3 അങ്ങനെ ഒന്നെങ്കിൽ പ്ലസ് ചെയ്യുക അല്ലെങ്കിൽ ഇൻറ്റു അല്ലേ, മൾട്ടിപ്ലിക്കേഷൻ്റെ ഒരു പ്രോബ്ലം ആയിരുന്നു. അങ്ങനെയല്ല, ഇവിടെ ടേം ഇവിടെ nth ടേം മാത്രമേ തന്നിട്ടുള്ളൂ. എ ബി ഓൾ റേസ്ഡ് ടു n, അതാണ് പി ഓഫ് n. ഓക്കെ, അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് പി ഓഫ് 1 ആദ്യം കാണും. വാട്ട് ഈസ് പി ഓഫ് 1? എ ബി ഓൾ റേസ്ഡ് ടു 1 that is equal to a raised to 1 b raised to 1. അത് ശരിയാണോ? എ ബി all raised to 1 ആണ്, എ ബി ആണ്, that is equal to ab. so p of 1 is true. ശരിയാണ്. ഇനി നമ്മൾ അസ്യൂം ചെയ്യാം. എന്താ അസ്യൂം ചെയ്യേണ്ടത്? assume that p of k is true. that is എന്താ p of k എന്താ കുട്ടികളെ? p of k is ab all raised to k. അത് ആരോട് ഈക്വൽ ആണ്? a raised to k into b raised to k നോട് ഈക്വൽ ആണ്. ഈസ് ട്രൂ. ഇത് ശരിയാണ്, ഈസ് ട്രൂ, അത് ശരിയാണ്, ഈ റിസൾട്ട് ശരിയാണ്. ഇനി ഞാൻ ഈ എ ബി ഓൾ റേസ് ടു കെ ഈക്വൽ ടു എ റേസ് ടു കെ ഇൻറ്റു ബി റേസ് ടു കെ എന്ന ഈ റിസൾട്ട് ഉപയോഗിച്ച് ഞാൻ പി ഓഫ് കെ പ്ലസ് 1 ട്രൂ ആണെന്ന് തെളിയിക്കാൻ പോവാണ്. ശരിക്കും ശ്രദ്ധിക്കണം കേട്ടോ. ഓക്കെ, നമ്മൾ ഇതുപോലെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് കുറച്ച് ചെയ്യാൻ പോകുന്നത്. ഇതുപോലെ അല്ല, ഇത് വേറൊരു വെറൈറ്റി പ്രോബ്ലം ആണ്, അതുകൊണ്ടാണ് നമ്മൾ ചെയ്ത് തരുന്നത്. ഓക്കെ, ചെറിയൊരു പ്രോബ്ലം ആണ്, സിമ്പിളാണ്. ഇനി നോക്കിക്കോളൂ. അപ്പോൾ അടുത്ത് നമ്മളിവിടെ ആഡിങ്ങോ മൾട്ടിപ്ലൈയിങ്ങോ അല്ല, ഇത് പി ഓഫ് കെ ആണ്, എ ബി ഓൾ റേസ് ടു കെ. അപ്പോൾ പി ഓഫ് കെ പ്ലസ് 1 എന്തായിരിക്കും? എ ബി ഓൾ റേസ് ടു കെ പ്ലസ് 1 ആയിരിക്കും. ശരിയല്ലേ? അപ്പോൾ അടുത്തത് ഞാൻ കാണാൻ പോകുന്നത് പി ഓഫ് കെ പ്ലസ് 1 ഡയറക്റ്റ് കണ്ടുപിടിക്കാൻ പോവുകയാണ്. സോ വാട്ട് ഈസ് പി ഓഫ് കെ പ്ലസ് 1? ദാറ്റ് ഈസ് എ ബി ഓൾ റേസ് ടു കെ പ്ലസ് 1. ഓക്കെ, പി ഓഫ് കെ എന്ന് പറയുമ്പോൾ എ ബി ഓൾ റേസ് ടു കെ ആണ്. അത് എന്തിനോട് ഈക്വൽ ആണെന്നാണ് കിട്ടിയിട്ടുള്ളത്? എ റേസ് ടു കെ ഇൻറ്റു ബി റേസ് ടു കെ ആണ്. നമുക്ക് പി ഓഫ് കെ പ്ലസ് 1 എന്താണ്? എ ബി ഓൾ റേസ് ടു കെ പ്ലസ് 1 ആണ്. അത് എന്തിനോട് ഈക്വൽ ആണെന്ന് നമ്മൾ തെളിയിക്കണം. എ റേസ് ടു കെ പ്ലസ് 1 ഇൻറ്റു ബി റേസ് ടു കെ പ്ലസ് 1 ആണെന്ന് തെളിയിക്കണം. അല്ലാതെ ഇവിടെ ഇത് ഈക്വൽ ടു എ റേസ് ടു കെ പ്ലസ് 1 ഇൻറ്റു ബി റേസ് ടു കെ പ്ലസ് 1 എഴുതി വെക്കില്ല വേണ്ടത്. അല്ലെങ്കിൽ ഇതിന് രണ്ട് സൈഡിൽ നമ്മൾ എന്തെങ്കിലും കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുകയോ ആഡ് ചെയ്യുകയോ ചെയ്യുന്ന പ്രോബ്ലം അല്ല, ഇത് വേറൊരു പ്രോബ്ലം ആണ്. ഓക്കെ ആണല്ലോ, ക്ലിയർ അല്ലേ? സോ പി ഓഫ് കെ പ്ലസ് 1 ഈക്വൽ ടു എ ബി ഓൾ റേസ് ടു കെ പ്ലസ് 1. ഞാൻ ഇതിനെ സോൾവ് ചെയ്യാൻ പോവാണ്. അതിനെ സോൾവ് ചെയ്തിട്ട് ഞാൻ എവിടേക്ക് എത്തിക്കാൻ പോവാണ്? എ റേസ് ടു കെ പ്ലസ് 1 ഇൻറ്റു ബി റേസ് ടു കെ പ്ലസ് 1 എന്ന് എത്തിക്കാൻ പോവാണ്. ഓക്കെ, ആക്ച്വലി വാട്ട് ഇസ് പി ഓഫ് കെ പ്ലസ് 1? പി ഓഫ് കെ പ്ലസ് 1 എന്ന സ്റ്റേറ്റ്മെന്റ് നമുക്ക് എന്താ കിട്ടേണ്ടത്? എ ബി ഓൾ റേസ് ടു കെ പ്ലസ് 1 ഇസ് ഈക്വൽ ടു എ റേസ് ടു കെ പ്ലസ് 1 ഇൻറ്റു ബി റേസ് ടു കെ പ്ലസ് 1. ഇങ്ങനെ കിട്ടണം.
ഓക്കെ, അപ്പൊ എ ബി ഓൾഡ് റേസ്റ്റ് കെ പ്ലസ് വൺ കിട്ടി, അത് നമ്മൾ എടുത്തിട്ടുണ്ട്. അതിന് നമ്മൾ ഇവിടേക്ക് എത്തിക്കാൻ പോവാണ്. എ റേസ്റ്റ് കെ പ്ലസ് വൺ ഇൻറ്റു ബി റേസ്റ്റ് കെ പ്ലസ് വണ്ണിലേക്ക് നമ്മൾ എത്തിക്കാൻ പോവാണ്. അപ്പൊ അത് എങ്ങനെ ചെയ്യുമെന്ന് ശ്രദ്ധിച്ചിരുന്നോളൂ, നോക്കിക്കോളൂ കേട്ടോ. ഇത് എ ബി ഓൾഡ് റേസ്റ്റ് കെ പ്ലസ് വണ്ണിനെ നമുക്ക് എങ്ങനെ എഴുതാം? ഇതിനെങ്ങനെ എഴുതാം? എ ബി ഓൾഡ് റേസ്റ്റ് കെ ഇൻറ്റു എ ബി ഓൾഡ് റേസ്റ്റ് വൺ എന്ന് എഴുതാം. സംശയം ഉണ്ടോ? ഇല്ല. കാരണം എന്താ, ഞാനിപ്പോൾ ഇവിടെ യൂസ് ചെയ്ത റിസൾട്ട് ഏതാ? യൂസ് ചെയ്ത റിസൾട്ട് ഇതാണ്. എ റേസ് ടു എം പ്ലസ് എൻ ഈക്വൽ ടു എ റേസ് ടു എം ഇൻറ്റു എ റേസ് ടു എൻ ആണ് ഈ റിസൾട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ആ റിസൾട്ട് യൂസ് ചെയ്യുമ്പോൾ ഞാനിതിന് രണ്ടെണ്ണാക്കി സ്പ്ലിറ്റ് ചെയ്തു. ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം, ഇനി ഇവിടെ നിങ്ങൾ എ ബി ഓൾഡ് റേസ്റ്റ് കെ എ റേസ്റ്റ് കെ ബി റേസ്റ്റ് കെ എഴുതി വെക്കാം നമുക്ക് അവിടെ, അല്ലേ? ഇവിടെ എ ബി ഓൾഡ് റേസ്റ്റ് കെ നമുക്ക് എങ്ങനെ എഴുതി വെക്കാം? എ ബി ഓൾഡ് റേസ്റ്റ് കെ ആരോട് ഈക്വൽ ആണ്? എ റേസ്റ്റ് കെ ഇൻറ്റു ബി റേസ്റ്റ് കെ ഇതിനോട് ഈക്വൽ ആണ് എന്ന് നമ്മളിവിടെ അസ്യൂം ചെയ്തിട്ടുണ്ട്. ആ ഒരു അസംഷൻ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ പി ഓഫ് കെ പ്ലസ് വൺ തെളിയിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ എ ബി ഓൾഡ് റേസ്റ്റ് കെയുടെ സ്ഥാനത്ത് നമുക്ക് എന്ത് എഴുതാം? എ റേസ് ടു കെ ഇൻറ്റു ബി റേസ് ടു കെ. ഇതെന്താ? എ ബി ഓൾഡ് റേസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ എ ബി ആണ്, എ ബി. ഓക്കെ, ഇനി നോക്കിക്കോളൂ കേട്ടോ. ഇനി ഞാൻ ഇതിനെ കമ്പൈൻ ചെയ്യാൻ പോവുകയാണ്. ഇതിന് എ റേസ് ടു കെ, ഇവിടെ ഒരു എ ഉണ്ട്. അതുപോലെ ബി റേസ് ടു കെ, ഇവിടെ ഒരു ബി ഉണ്ട്. ഇനി വീണ്ടും നമുക്ക് ഈ റിസൾട്ട് അപ്ലൈ ചെയ്തുകൂടെ? എ റേസ് ടു എം ഇൻറ്റു എ റേസ് ടു എൻ എന്താ? എ റേസ് ടു എം പ്ലസ് എൻ അല്ലേ? അപ്പോൾ എ എന്ന് പറയുമ്പോൾ എ റേസ് ടു വൺ ആണ്. സോ വാട്ട് ഈസ് എ റേസ് ടു കെ ഇൻറ്റു എ റേസ് ടു വൺ? ദാറ്റ് ഈസ് എ റേസ് ടു കെ പ്ലസ് വൺ. ആൻഡ് വാട്ട് ഈസ് ബി റേസ് ടു കെ? ബി റേസ് ടു കെ ഇൻറ്റു ബി റേസ് ടു വൺ, ദാറ്റ് ഈസ് ബി റേസ് ടു കെ പ്ലസ് വൺ. അപ്പോൾ എന്താ കിട്ടിയത്? പി ഓഫ് കെ പ്ലസ് വൺ എ ബി ഓൾഡ് റേസ് ടു കെ പ്ലസ് വൺ ഈസ് എ റേസ് ടു കെ പ്ലസ് വൺ ഇൻറ്റു ബി റേസ് ടു കെ പ്ലസ് വൺ ആണെന്ന് കിട്ടിയിട്ടുണ്ട്. അതിനർത്ഥം എന്താ? Therefore P of k plus 1 is true. അത് ശരിയാണ്. So P of n, what is P of n? AB old raised to n is equal to A raised to n in B raised to n is true. അത് ശരിയാണ്. അത് കറക്റ്റ് ആയൊരു റിസൾട്ട് ആണ്. ഓക്കെ, ഒന്നുകൂടി പറയാം, ഇറ്റ്സ് വെരി സിമ്പിൾ. ആദ്യം നിങ്ങൾ പി ഓഫ് വൺ ആണ്, പി ഓഫ് കെ അസ്യൂം ചെയ്യുക. പി ഓഫ് കെ എന്ന് പറയുമ്പോൾ എ ബി ഓൾഡ് റേസ്റ്റ് കെ ഈക്വൽ ടു എ റേസ്റ്റ് കെ ബി റേസ്റ്റ് കെ ആണ്. ശരിയാണ്, ഇത് കറക്റ്റ് ആണ്. ഈ റിസൾട്ട് ഉപയോഗിച്ച് നമ്മൾ പി ഓഫ് കെ പ്ലസ് വൺ കാണാൻ പോവുകയാണ്. സോ വാട്ട് ഇസ് പി ഓഫ് കെ പ്ലസ് വൺ? ദാറ്റ് ഇസ് പി ഓഫ് കെ പ്ലസ് വൺ ഈസ് എ ബി ഓൾഡ് റേസ്റ്റ് കെ പ്ലസ് വൺ. അതിന് നമ്മൾ ഇനി ഇവിടേക്ക് എത്തിക്കണം. എ ബി ഓൾഡ് റേസ്റ്റ് കെ പ്ലസ് വണ്ണിനെ എ റേസ്റ്റ് കെ പ്ലസ് വണ്ണിന്റെ ബി റേസ്റ്റ് കെ പ്ലസ് വണ്ണിലേക്ക് നമ്മൾ എത്തിക്കണം. അതിനുവേണ്ടി ഞാൻ എന്ത് ചെയ്തു? ഇതിനെ ഈ റിസൾട്ട് ഉപയോഗിച്ചു. ഓക്കെ, അപ്പോൾ ഇതിനങ്ങനെ എഴുതി എ ബി ഓൾഡ് റേസ്റ്റ് കെ ഇൻറ്റു എ ബി ഓൾഡ് റേസ്റ്റ് വൺ എന്ന് എഴുതിയിട്ടുണ്ട്. ദാറ്റ് ഈസ് ഇനി ഇവിടെ എ ബി ഓൾഡ് റേസ്റ്റ് കെ എന്ന് പറഞ്ഞാൽ ഇവിടെ ആരാണ്? എ റേസ്റ്റ് കെ ഇൻറ്റു ബി റേസ്റ്റ് കെ. അത് ഇവിടെ എഴുതി വെക്കുക, ഇതിന്റെ സ്ഥാനത്ത് കൊടുക്കുക. ഓക്കെ, എന്നിട്ട് ഇത് രണ്ടും കൂടി കമ്പൈൻ ചെയ്യുക. ഇത് രണ്ടും കമ്പൈൻ ചെയ്യുക. എ റേസ്റ്റ് കെ പ്ലസ് വൺ ബി റേസ്റ്റ് കെ പ്ലസ് വൺ ആൻസർ കിട്ടി. ഓക്കെ, ദാറ്റ്സ് ഓൾ. സോ ഈ പ്രോബ്ലം ക്ലിയർ ആയി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം? അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോവാം. 14ാമത്തെ പ്രോബ്ലം വരുന്നത് 7 raised to n minus 3 raised to n is divisible by 4. ഓക്കെ, നമ്മുടെ പ്രോബ്ലം എന്താ വരുന്നത്? 7 raised to n minus 3 raised to n is divisible by 4 എന്നുള്ളതാണ്. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് പ്രോബ്ലം. ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ച ചോദ്യമാണത്. 7 raised to n minus 3 raised to n is divisible by 4. സോ നമുക്ക് ചെയ്യാം, അല്ലേ? ഇവിടെ സ്റ്റേറ്റ്മെന്റ് ഇതാണ്, അത് മുഴുവനാണ് സ്റ്റേറ്റ്മെന്റ്. സോ വാട്ട് ഇസ് പി ഓഫ് എൻ? പി ഓഫ് എൻ ഈസ് 7 raised to n minus 3 raised to n ഈസ് divisible by 4. ഡിവിസിബിൾ ബൈ 4 എന്ന് പറഞ്ഞാലേ എന്നിന് നിങ്ങൾ ഏത് നാച്ചുറൽ നമ്പർ കൊടുത്താലും 7 raised to n minus 3 raised to n എന്തായിരിക്കും? അതിന് നമുക്ക് 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ 7 raised to n minus 3 raised to n എന്തായിരിക്കും? 4ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കും. ഡിവിസിബിൾ ബൈ 4 എന്ന് പറയുമ്പോൾ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നതാണ്. അതിനർത്ഥം എന്താ? ഈ 7 raised to n minus 3 raised to n എന്താണ്? 4ന്റെ മൾട്ടിപ്പിൾ ആണെന്നുള്ളതാണ്. അങ്ങനെയും ചോദ്യം വരാറുണ്ട്. ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 4 അങ്ങനെയും ചോദിക്കാറുണ്ട്. രണ്ടും നിങ്ങൾ ഒരേപോലെ ചെയ്യേണ്ടത്. ഓക്കെ, യെസ്. അപ്പോൾ നോക്ക്, വാട്ട് ഇസ് പി ഓഫ് 1? What is P of 1? P of 1 എന്താ വരും കുട്ടികളെ? P of 1 എന്നുള്ളത് എന്താ? 7 raised to 1 minus 3 raised to 1. What is that? 7 minus 3, that is 4 എന്ന് കിട്ടും. ഈ 4നെ നമുക്ക് 4 കൊണ്ട് ഹരിച്ചൂടെ? അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? is divisible by 4. ഇത് കറക്റ്റ് ആണ്, അല്ലേ? ഇനി P of 2 കണ്ടാൽ നമുക്ക് എന്താ കിട്ടുക? 7 square minus 3 square കിട്ടും. ഓക്കെ ആണല്ലോ. അപ്പൊ നമുക്ക് പരീക്ഷയ്ക്ക് എനിക്ക് തോന്നുന്നു ഒരു വർഷം പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്, വെരിഫൈ ദിസ് റിസൾട്ട് ഈസ് ട്രൂ ഫോർ n equal to 2. അപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? പി ഓഫ് 2 കാണാം. പി ഓഫ് 2 കാണുമ്പോൾ ഇതേപോലെ തന്നെ ചെയ്യാം. 7 square minus 3 square. ഓക്കെ, അത് മൈനസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും? 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നത് കിട്ടും. അത്രേ ഉള്ളൂ. പി ഓഫ് 3 കണ്ടു നോക്കാം, പി ഓഫ് 4 കാണാം, ഒക്കെ ചെയ്യാൻ പറ്റും. ഓക്കെ, ഈ റിസൾട്ട് ശരിയായ റിസൾട്ട് ആണ്, നമ്മളത് തെളിയിക്കാൻ പോവാണ്. ഓക്കെ, എനിവേ പി ഓഫ് 1 എന്താണ്? therefore P of 1 is true. P of 1 true ആണ്. ഓക്കെ, P of 1 true. Now assume that P of k is true. What is P of k?
P of k is 7 raised to k minus 3 raised to k is divisible by 4. അതിൻ്റെ അർത്ഥം തന്നോ 7 raised to k 7 raised to k ഇങ്ങനെ പറയില്ലേ 7 raised to k minus 3 raised to k is divisible by 4 ആണ്. ഇതിന് നമുക്ക് 4 കൊണ്ട് ഹരിക്കാൻ പറ്റും. ഇത് ശരിയാണ്. ഈസ് ട്രൂ. ഇത് ട്രൂ ആണ്. ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ട്രൂ ആണ്. 7 raised to k minus 3 raised to k നെ നമുക്ക് 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഇത് ഉപയോഗിച്ച് ഞാൻ P of k plus 1 കാണാൻ പോവുകയാണ്. Now what is P of k plus 1? ഇനി ശരിക്കും ശ്രദ്ധിക്കുക കേട്ടോ. ശരിക്കും ശ്രദ്ധിച്ചോളൂ. P of k plus 1. What is P of k plus 1? 7 raised to k plus 1 minus 3 raised to k plus 1. ഓക്കെ, ഇനി നമ്മൾ ഇത് സോൾവ് ചെയ്തിട്ട് ഈസ് ഡിവിസിബിൾ ബൈ 4 എന്ന് ഉത്തരം കിട്ടണം. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ തെളിയിക്കാൻ പോകുന്നത്. അപ്പോൾ നോക്കിക്കോളൂ കുട്ടികൾ, അതിനു വേണ്ടി ഞാൻ ചെയ്യുന്നത് ഇങ്ങനെയാണ്. ഇതിന് നമ്മളിതാ ഇവിടെ ചെയ്തതുപോലെ തന്നെ ഇതിനെ രണ്ടെണ്ണാക്കി മാറ്റുക. ഉണ്ടോ? എങ്ങനെ എഴുതുക? 7 raised to k into 7 raised to 1 minus 3 raised to k into 3 raised to 1. ഓക്കെ ആണല്ലോ. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ശരിക്കും ശ്രദ്ധിക്കട്ടോ. അടുത്ത സ്റ്റെപ്പ് ശരിക്കും ശ്രദ്ധിച്ചോളൂ. ദാറ്റ് ഈസ് ഇത് ഇവിടെ എഴുതി വെക്കുക. 7 raised to k into 7 raised to 1 എഴുതി വെക്കുക. ഇനി ഇവിടെ ആരാ കുട്ടികളുള്ളത്? ഇവിടെ ഒരു 7 raised to 1, ഇവിടെ 3 raised to k ഉണ്ട്. ശരിക്കും ശ്രദ്ധിക്കട്ടോ. അതായത് ഇവിടെ 7 ഉണ്ട്, പിന്നെ ഇൻറ്റു എടുക്കുക. ഈ മൈനസ് എല്ലാം എടുക്കാണ്ട് ഇൻറ്റു ആണ് 3 raised to k. 7 into 3 raised to k നെ നമ്മൾ എന്ത് ചെയ്യാന്നോ, ഇത് കഴിഞ്ഞിട്ട് ആദ്യം അവിടെ സബ്ട്രാക്ട് ചെയ്യുക, മൈനസ് ചെയ്ത് കൊടുക്കുക. എന്ന് പറഞ്ഞാൽ മൈനസ് എന്ത് എഴുതേണ്ടത്? 7 എന്ന് പറഞ്ഞാൽ 7 raised to 1 വേണമെങ്കിൽ നിർബന്ധമൊന്നുമില്ല. 7 into 3 raised to k അത് മൈനസ് ചെയ്ത് കൊടുക്കുക. അത് അവിടെ തന്നെ ആഡ് ചെയ്യാം. പ്ലസ് 7 into 3 raised to k. ഓക്കെ, ഇനി ഇവിടെ ബാക്കി എന്താ ഉള്ളത്? ഞാനിപ്പോൾ ഇവിടെ എന്ത് എഴുതിക്കണം അറിയോ? ഈ 7 raised to k into 7 raised to 1 അവിടെ എഴുതിയിട്ടുള്ളൂ. അതിനോട് കൂടെ ഞാനൊരു ചെറിയൊരു അഡ്ജസ്റ്റ്മെന്റ് ചെയ്തു. എന്താണ്? ഈ 7ഉം 3 raised to k യും 7 into 3 raised to k ആദ്യം മൈനസ് ചെയ്ത് കൊടുത്തു, അത് അവിടെ തന്നെ ആഡ് ചെയ്തു. അപ്പോൾ ഇത് രണ്ട് വെട്ടിപ്പോവും. അപ്പോൾ അത് ചുരുക്കി പറഞ്ഞാൽ ഒന്നുമില്ല, ഇത് ഇത്രേ എഴുതിയിട്ടുള്ളൂ. ഇനി ഇവിടെ മുകളിൽ എന്താ ഉള്ളത്? മൈനസ് 3 raised to k into 3, that is 3 raised to 1 അല്ലേ? ഓക്കെ ആണല്ലോ. യെസ്, അപ്പോൾ ഞാനിവിടെ ചെയ്ത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഓക്കെ, ഇവിടെ പല കുട്ടികളും ഞാൻ ഈ ഐഡിയ ഒക്കെ പറഞ്ഞെടുക്കുമ്പോഴേ പല കുട്ടികളും ഒരു പ്രാവശ്യം എഴുതി പഠിക്കുന്നുണ്ടാവുള്ളൂ. അവരെന്ത് ചെയ്യുന്ന വെച്ചാൽ എക്സാമിനൊക്കെ വരുമ്പോൾ ഇവിടെ ചെയ്തിട്ടുണ്ടാവും മൈനസ് 7 raised to 1 minus 3 raised to k പ്ലസ് 7 raised to 1 minus 3 raised to k. ഇവിടെ ഇൻറ്റു ആണ് എടുക്കേണ്ടത്, മൈനസ് അല്ല. ഇത് എടുക്കാൻ പറയുമ്പോഴേ കുട്ടികൾ ഇത് ഇതേപോലെ എടുത്തോളം എഴുതിച്ചിട്ടുണ്ടാവും. ശരിക്കും ശ്രദ്ധിക്കുക കേട്ടോ. ഓക്കെ, ഇനി നോക്കിക്കോ കേട്ടോ. ഇനി വളരെ എളുപ്പമാണ്. ഇതിൽ രണ്ടിൽ ആര് കോമൺ ഉള്ളത്? ഈ മൈനസിന്റെ ലെഫ്റ്റ് റൈറ്റ്. ഇവിടെ 7 ഉണ്ട്, ഇവിടെ 7 ഉണ്ട്. 7 raised to 1 എന്ന് പറഞ്ഞാൽ 7 ആണ് കേട്ടോ. 7 ഇൻറ്റു ബാക്കി എന്താ? 7 raised to k minus 3 raised to k. ഓക്കെ അല്ലേ? പ്ലസ് ഇവിടെ ആരാ കോമൺ ആയിട്ടുള്ളത്? 3 raised to k കോമൺ ആണ്. 3 raised to k into 7 minus 3. 3 raised to k ഇവിടുന്ന് പോയാൽ 7 ഉണ്ടാവും, ഇവിടെ മൈനസ് ഉണ്ടാവും. ഇവിടെ 3 raised to k പോയാൽ അവിടെ 3 ഉണ്ടാവും. ഓക്കെ, ദാറ്റ് ഈസ് ഇത് 7 ആണ്. വാട്ട് ഈസ് ദിസ്? 7 raised to k minus 3 raised to k എന്താ? ഈ 7 raised to k minus 3 raised to k is divisible by 4. അത് P of k ആണ്. എന്ന് പറഞ്ഞാൽ ഇതെന്താണ്? ഇത് ഒരു divisible by 4 ആണ്. ഇവിടെ divisible by 4. അത് 7, അതിനെ ഇവിടെ ഏതോ ഒരു നമ്പർ എന്തായാലും കുഴപ്പമില്ല. അതിന് നമുക്ക് എന്ത് ചെയ്യാം? ഞാനിത് 7 raised to k minus 3 raised to k അല്ലേ, അതൊരു divisible by 4 ആയിട്ട് നമ്പറാണ് അവിടെ എഴുതിയിട്ടുണ്ട്. 7 raised to k minus 3 raised to k is divisible by 4 എന്ന് എഴുതിയിട്ടുണ്ട്. പ്ലസ് 3 raised to k into what is 7 minus 3, that is 4. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ആൻസർ ആയി. നമുക്ക് തെളിയിക്കേണ്ടത് എന്താ? P of k plus 1 is divisible by 4 എന്നാണ് കിട്ടേണ്ടത്. ഈ ടേം ആരാ? ഇതൊരു 4ോട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ഒരാളാണ് ഇവിടെ ഉള്ളത്. അതിന് നിങ്ങൾ 7ോട് ഗുണിച്ചാൽ നമുക്ക് അതിന് 4ോട് ഡിവൈഡ് ചെയ്യാൻ പറ്റും, നോ പ്രോബ്ലം. ഇവിടെ ഓൾറെഡി ഇവിടെ 3 raised to k into 4, ഇവിടെ 4 ഉണ്ട്. അപ്പോൾ നമുക്ക് ഇതിനെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? 4ോട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ചുരുക്കി പറഞ്ഞാൽ ഈ രണ്ട് ടേമിനെയും 4ോട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതി കൂടെ? ഈസ് ഡിവിസിബിൾ by 4. അത് രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്തായാലും ഇതും divisible by 4 ആണ്, ഇതും divisible by 4 ആണ്. അപ്പോൾ രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന നമ്പർ എന്തായിരിക്കും? divisible by 4 ആയിട്ടുള്ള നമ്പർ ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താ കിട്ടിയത്? that is P of k plus 1 എന്താ കിട്ടിയത്? P of k plus 1 is 7 raised to k plus 1 minus 3 raised to k plus 1 is divisible by 4 എന്ന് കിട്ടി. Therefore P of k plus 1 is true. So P of n is true by principle of mathematical induction. Okay, it's very important question. ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചൊരു ചോദ്യമാണിത്. ഓക്കെ,
ഈ പ്രോബ്ലം നിങ്ങൾ ശരിക്കും ചെയ്ത് പഠിക്കുക കേട്ടോ. നമുക്ക് ഇതേപോലെ എന്ത് ചെയ്യാം, ഒരു ക്വസ്റ്റ്യൻ കൂടി ചെയ്യാം, ഇതിന്റെ അതേ മോഡലിൽ ഒരു ക്വസ്റ്റ്യൻ കൂടി ചെയ്യാം. ഓക്കെ ഓക്കെ, നെക്സ്റ്റ് പ്രോബ്ലം. x raised to 2n minus y raised to 2n is divisible by x plus y. Okay, so what is p of n? P of n is x raised to 2n minus y raised to 2n is divisible by x plus y. Okay, now what is p of 1? P of 1 ആരാ? That is x raised to 2 into 1 minus y raised to 2 into 1. ദാറ്റ് ഈസ് നമുക്കത് ഡിവിസിബിൾ ബൈ എക്സ് പ്ലസ് വൈ എന്ന് എഴുതി വെക്കരുത്. ഇത് നമ്മൾ സോൾവ് ചെയ്തിട്ട് ഡിവിസിബിൾ ബൈ എക്സ് പ്ലസ് വൈ ആണ് നമ്മൾ തെളിയിക്കുക വേണ്ടത് കേട്ടോ. അപ്പോഴല്ലേ പി ഓഫ് ട്രൂ ആവുള്ളൂ. ഓക്കെ, സോ വാട്ട് ഇസ് ദിസ്? ദിസ് ഈസ് എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ. കുട്ടികളെ, എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയറിനെ നമുക്ക് എക്സ് പ്ലസ് വൈ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? പറ്റുമെങ്കിൽ പി ഓഫ് വൺ ട്രൂ ആണ്, പറ്റില്ലെങ്കിൽ പി ഓഫ് വൺ ട്രൂ അല്ല. അങ്ങനെ പറ്റില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി നിർത്താം. ഓക്കെ, സോ കുട്ടികളെ, നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ആരാണ്? നമുക്കറിയാം ആരാണ്. എക്സ് മൈനസ് വൈ ഇൻറ്റു എക്സ് പ്ലസ് വൈ അല്ലേ? എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ഈക്വൽ ടു എക്സ് മൈനസ് വൈ ഇൻറ്റു എക്സ് പ്ലസ് വൈ ആണെന്ന് പഠിച്ചിട്ടുണ്ട്. അതിനർത്ഥം എന്താ? ഇതിന് നമുക്ക് എക്സ് പ്ലസ് വൈ കൊണ്ട് ഹരിച്ചൂടെ? ഹരിക്കാൻ പറ്റും, കാരണം ഓൾറെഡി ഇവിടെ എക്സ് പ്ലസ് വൈ ഉണ്ട്. ഓക്കെ, സോ ഈസ് ഡിവിസിബിൾ ബൈ എക്സ് പ്ലസ് വൈ. Therefore p of 1 അല്ലേ? p of 1 is true. ഓക്കെ ആണല്ലോ? ക്ലിയർ അല്ലേ? യെസ്. അപ്പോൾ നമുക്ക് ഇനി അസ്യൂം ചെയ്യാം. Now what is our assumption? Assume that p of k is true. That is, p of k is x raised to 2k minus y raised to 2k is divisible by x plus y. X raised to 2k minus y raised to 2k. X raised to 2k minus y raised to 2k is divisible by x plus y ആണ്. അത് ശരിയാണ്, അത് ട്രൂ ആണ്. ഇനി നമ്മൾ ഈ പി ഓഫ് കെ ഉപയോഗിച്ച് നമ്മൾ പി ഓഫ് കെ പ്ലസ് വൺ തെളിയിക്കാൻ പോവുകയാണ്. ഓക്കെ, നൗ വാട്ട് ഈസ് പി ഓഫ് കെ പ്ലസ് വൺ? പി ഓഫ് കെ പ്ലസ് വൺ ഈസ് എക്സ് റേസ് ടു, നോക്കിക്കോളൂ, എക്സ് റേസ് ടു 2 ഇൻറ്റു കെ പ്ലസ് വൺ. പല കുട്ടികളും ഇത് എഴുതുമ്പോഴേ എക്സ് റേസ് ടു 2 കെ പ്ലസ് വൺ എഴുതി വെക്കും. ഈ കെയുടെ സ്ഥാനത്ത് കെ പ്ലസ് വൺ എഴുതും, പക്ഷെ അവിടെ ബ്രാക്കറ്റ് ഇടാൻ മറക്കും പല കുട്ടികളും. അപ്പം എന്തായി മാറും? എക്സ് റേസ് ടു 2 കെ പ്ലസ് വൺ എന്ന് മാത്രമായി മാറും, ബ്രാക്കറ്റ് ഇല്ലെങ്കിൽ. ബ്രാക്കറ്റ് ഇടാൻ മറക്കരുത് കേട്ടോ, തെറ്റും. എക്സ് റേസ് ടു 2 ഇൻറ്റു കെ പ്ലസ് വൺ മൈനസ് വൈ റേസ് ടു 2, ആ കെയുടെ സ്ഥാനത്ത് കെ പ്ലസ് വൺ കൊടുക്കുക, കെ പ്ലസ് വൺ. ദാറ്റ് ഈസ് എക്സ് റേസ് ടു 2k പ്ലസ് 2 മൈനസ് വൈ റേസ് ടു 2k പ്ലസ് 2. ഓക്കെ ആണല്ലോ? ദാറ്റ് ഈസ് നമ്മൾ നേരത്തെ ചെയ്തത് ഓർമ്മയുണ്ട് നിങ്ങൾ? 7 raised to n minus 4 raised to n പ്രോബ്ലം ചെയ്തില്ലേ അല്ലേ? 7 raised to n minus 3 raised to n പ്രോബ്ലം ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെ നമ്മൾ ഇതേപോലെ കിട്ടിയിട്ടുണ്ട്. നമ്മൾ ഇനി ഇത് സ്പ്ലിറ്റ് ചെയ്യാൻ പോവാണ്. എങ്ങനെ എഴുതാം? എക്സ് റേസ് ടു 2k ഇൻറ്റു എക്സ് സ്ക്വയർ മൈനസ് വൈ റേസ് ടു 2k ഇൻറ്റു വൈ സ്ക്വയർ. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ ഓർമ്മയുണ്ട് നിങ്ങൾ? എന്താണ് നമ്മൾ സബ്ട്രാക്ട് ചെയ്യുക, ആഡ് ചെയ്യുക ഒക്കെ പറഞ്ഞില്ലേ? ഇതാണ് നമ്മൾ ചെയ്യേണ്ടത്. അതാരാൾ അവിടെ? അവിടെ എക്സ് സ്ക്വയർ ഉണ്ട് ഇൻറ്റു വൈ റേസ് ടു 2k. ഇതിനെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ആദ്യം സബ്ട്രാക്ട് ചെയ്യുക, പിന്നെ ആഡ് ചെയ്യാം. ഓക്കെ, സോ സബ്ട്രാക്ട് ആൻഡ് ആഡ് എക്സ് സ്ക്വയർ ഇൻറ്റു വൈ റേസ് ടു 2k. ഇവിടെ സൈഡിലൊക്കെ എഴുതി വെച്ചോളൂ കേട്ടോ. ദാറ്റ് ഈസ് എക്സ് റേസ് ടു 2k ഇൻറ്റു എക്സ് സ്ക്വയർ. ആദ്യം മൈനസ് സബ്ട്രാക്ട്. എന്താ സബ്ട്രാക്ട് ചെയ്യേണ്ടത്? എക്സ് സ്ക്വയർ വൈ റേസ് ടു 2k. ഓക്കെ, ഇനി പ്ലസ് ചെയ്യുക, അത് അവിടെ തന്നെ പ്ലസ് ചെയ്യുക. പ്ലസ് എക്സ് സ്ക്വയർ വൈ റേസ് ടു 2k. ഇവിടെ ആരാ ബാക്കിയുള്ളത്? മൈനസ് വൈ റേസ് ടു 2k ഇൻറ്റു വൈ സ്ക്വയർ. ഓക്കെ ആണല്ലോ? ക്ലിയർ അല്ലേ കുട്ടികളെ? ഡൗട്ട് ഒന്നുമില്ലല്ലോ? ഇല്ല. അതായത് ഇവിടെ എക്സ് റേസ് ടു 2k ഇൻറ്റു എക്സ് സ്ക്വയർ ഇവിടെ താഴത്തുണ്ട്, മൈനസ് വൈ റേസ് ടു 2k ഇൻറ്റു വൈ സ്ക്വയർ ഇവിടെ ഉണ്ട്. അതിനിടയിൽ ഞാൻ മൈനസ് എക്സ് സ്ക്വയർ വൈ റേസ് ടു 2k കൊടുത്തു, പ്ലസ് എക്സ് സ്ക്വയർ വൈ റേസ് ടു 2k കൊടുത്തു. രണ്ടും ക്യാൻസൽ ആയി പോയി, രണ്ടെണ്ണം കിട്ടും. നോ പ്രോബ്ലം. ഓക്കെ, യെസ്. നൗ ദിസ് ഈസ് ഫ്രം ദി ഫസ്റ്റ് 2 terms നമുക്ക് എന്ത് പുറത്തേക്ക് എടുക്കാം? എക്സ് സ്ക്വയറിനെ പുറത്തേക്ക് എടുക്കാം. സോ എക്സ് സ്ക്വയർ ഇൻറ്റു എക്സ് റേസ് ടു 2k. ഇവിടെ എക്സ് സ്ക്വയർ പോയ എക്സ് റേസ് ടു 2k മൈനസ് ഇവിടുന്ന് എക്സ് സ്ക്വയർ പോയാലോ വൈ റേസ് ടു 2k. ശരിയല്ലേ? വൈ റേസ് ടു 2k പ്ലസ് ഇവിടുന്ന് ആരെ കോമൺ ആയി പുറത്തേക്ക് എടുക്കാം? വൈ റേസ് ടു 2k പുറത്തേക്ക് എടുക്കാം,
y raised to 2k പുറത്തേക്ക് എടുത്താൽ ബാക്കി എന്താ x square minus y square. ആൻസർ ആയി. ഇറ്റ്സ് വെരി സിമ്പിൾ. കണ്ടോ നിങ്ങൾ? ഇത് പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട് കേട്ടോ. ഇതേ ടൈപ്പിൽ പ്രോബ്ലം എപ്പോഴും ചോദിക്കാറുണ്ട്. അധികം നമ്മൾ ഇതിന് മുന്നത്തെ ക്വസ്റ്റ്യൻ ചെയ്തില്ലേ, അതാണ് ചോദിക്കാറ്. ഓക്കെ, എനിവേ ദാറ്റ് ഈസ് നോക്കുട്ടികളെ ഇനി ചെയ്യേണ്ടത് ഇതാരാ എക്സ് റേസ് ടു കെ മൈനസ് വൈ റേസ് ടു കെ എന്നുള്ളത് പി ഓഫ് കെ ആണ്. അത് ഡിവിസിബിൾ ബൈ എക്സ് പ്ലസ് വൈ ആണ്. അപ്പോൾ നമുക്ക് ഈ ടേമിന് എന്ത് എഴുതി വെക്കാം? ഇതെന്താണ് ഈസ് ഡിവിസിബിൾ ബൈ ഇങ്ങനെ എക്സ് സ്ക്വയർ ഇൻറ്റു വേണമെങ്കിൽ ഇങ്ങനെ എഴുതിച്ചാൽ മതി കേട്ടോ. എക്സ് സ്ക്വയർ ഇൻറ്റു പി ഓഫ് കെ, നോ പ്രോബ്ലം. ഈ പി ഓഫ് കെ ആണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. ഓക്കെ, പ്ലസ് വൈ റേസ്ഡ് ടു കെ. വാട്ട് ഈസ് എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ? എക്സ് മൈനസ് വൈ ഇൻറ്റു എക്സ് പ്ലസ് വൈ. നോക്ക്, ഇത് ഡിവിസിബിൾ ബൈ എക്സ് പ്ലസ് വൈ ആണ്. ഈ ടേം എന്താണ്? ഡിവിസിബിൾ ബൈ എക്സ് പ്ലസ് വൈ. കാരണം അവിടെ പി ഓഫ് കെ അല്ലേ എന്ന് പറഞ്ഞാൽ എക്സ് റേസ് ടു കെ മൈനസ് വൈ റേസ് ടു കെ ആണ്. അത് ഡിവിസിബിൾ ബൈ എക്സ് പ്ലസ് വൈ ആണ് നമ്മളിവിടെ അസ്യൂം ചെയ്തിട്ടുണ്ട്, നമ്മൾ സങ്കല്പിച്ചിട്ടുണ്ട്. ആ ഒരു അസംഷൻ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ അടുത്തത് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇത് കറക്റ്റ് ആണ്. പ്ലസ് ഇവിടെ ഓൾറെഡി എക്സ് പ്ലസ് വൈ ഉണ്ടല്ലോ, അതുകൊണ്ട് ഈ ടേമിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഡിവിസിബിൾ ബൈ എക്സ് പ്ലസ് വൈ ആണ്. അപ്പൊ ഇതൊന്നും തന്നെയാണ് ഈസ് ആൾസോ ഡിവിസിബിൾ ബൈ എക്സ് പ്ലസ് വൈ. അപ്പൊ ഇത് രണ്ടും കൂടി ടോട്ടലായിട്ട് നമുക്ക് എന്ത് ജനറലൈസ് ചെയ്യാം? ഈ ടേം മുഴുവൻ എന്തായിരിക്കും? ഇതും ഡിവിസിബിൾ ബൈ എക്സ് പ്ലസ് വൈ ആണ്, ഇതും ഡിവിസിബിൾ ബൈ എക്സ് പ്ലസ് വൈ ആണ്. അപ്പോൾ രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന ആ ഒരു ടേം തന്നെയായിരിക്കും ഈസ് ആൾസോ ഡിവിസിബിൾ by x plus y. Therefore, p of k plus 1, p of k plus 1 is x raised to 2 into k plus 1 minus y raised to 2 into k plus 1 is divisible by x plus y. Therefore, p of k plus 1 is true. So, p of n is true by principle of mathematical induction. Okay, ഇത് ക്ലിയർ ആയിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾ ഇത് ചെയ്ത് പഠിക്കുക കേട്ടോ. ഈ പ്രോബ്ലം നിങ്ങൾ എഴുതി എന്ത് ചെയ്യുക? വർക്കൗട്ട് ചെയ്യുക. ഓക്കെ, എന്തെങ്കിലും സംശയം ഉണ്ടോ? എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക? എനിക്ക് വിളിച്ചു ചോദിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? മെസ്സേജ് അയക്കാം. ഓക്കെ, നോ പ്രോബ്ലം. ഓക്കെ അല്ലേ? ഇവിടെ ക്ലിയർ അല്ലേ? സംശയം വരരുത്, ഡൗട്ട് വരരുത്. അപ്പോൾ ഓക്കെ കുട്ടികൾ, നമുക്ക് എന്ത് ചെയ്യാം? ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. അടുത്ത ക്ലാസ്സിൽ എന്ത് ചെയ്യാം? ഇതിന്റെ ബാക്കി പ്രോബ്ലവുമായിട്ട് വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ.